വചനത്തിലേക്ക് നോക്കുന്നതിന് മുമ്പായിട്ട് വചനം ജഡമായി തീർന്ന യേശു കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. കർത്താവിലേക്ക് നമുക്ക് നോക്കാം. സ്നേഹം നിറഞ്ഞ സർവ്വസ്വപിതാവേ, യേശുവേ, അവിടുത്തെ നിറഞ്ഞ സാന്നിധ്യത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതേ കർത്താവേ, ഞങ്ങൾ അങ്ങോട്ട് കുറച്ചുകൂടെ ചേർന്നിരിക്കട്ടെ. അവിടുത്തെ മറുപടി ചാരി കർത്താവെ, അവിടുത്തെ തിരുവചനങ്ങളിൽ നിന്ന് വരുന്ന ജീവന മൊഴികളെ കേൾപ്പാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളോട് കർത്താവെ, ഞങ്ങള് വചനത്തിന്റെ പല പല കാര്യങ്ങളും കർത്താവെ ഞങ്ങൾ ധ്യാനിക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും ഒക്കെ കർത്താവെ, ദൈവാത്മാവ് ഞങ്ങളുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് ആ കാര്യങ്ങളെ ഞങ്ങൾക്ക് ജീവനാക്കി തരണം, ഞങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കി തരണം. കർത്താവെ, ഞങ്ങളെ തന്നെ കർത്താവെ ജീവനുള്ള യാഗമായിട്ട് അവിടുത്തെ മുമ്പാകെ തരുന്നു. കർത്താവ്, ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കുറവുകളെയും അവിടുത്തെ മുമ്പാകെ, അവിടുത്തെ വിശുദ്ധിക്ക്, പരിശുദ്ധിക്ക്, അവിടുത്തെ ആ സ്വഭാവത്തിന്, ദിവ്യ സ്വഭാവത്തിന് ചേരാത്തതായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ മനോഭാവങ്ങളും ലക്ഷ്യങ്ങളും ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും എല്ലാം ഞങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്ന അവിടുത്തെ രക്തത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും കഴുകണം. കർത്താവ്, ഒരു നിർമ്മല മനസാക്ഷിയോടെ പരിശുദ്ധാത്മാവിന്റെ നിറവിലായിരിക്കും ഞങ്ങളെ സഹായിക്കണമേ. അളവില്ലാതെ ആത്മാവിനെ ഞങ്ങൾക്ക് നൽകണം. അവിടുന്ന് സംസാരിക്കുമ്പോൾ കർത്താവ്, ഞങ്ങളുടെ ഹൃദയങ്ങൾ കത്തിക്കൊണ്ടിരിക്കുമല്ലോ കർത്താവ്, അവിടുന്ന് ഞങ്ങളോട് സംസാരിച്ചാൽ അവിടുത്തെ പുണ്യനാമത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. നന്ദി കർത്താവെ, നന്ദി. പ്രാർത്ഥന കേട്ടതിനെ ഒത്ത് സ്തുതിക്കുന്നു. എല്ലാം യേശു കർത്താവിന്റെ വിലയേറിയ മാധുര്യമുള്ള നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, ആമീൻ. നമ്മള് വെളിപാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 11 വരെയുള്ള വാക്യങ്ങൾ നമ്മള് കഴിഞ്ഞ ആഴ്ച നമുക്ക് ആ കാര്യം അവിടം വരെ നമുക്ക് ചിന്തിക്കാൻ സാധിച്ചല്ലോ. അവിടെ നമ്മള് കണ്ടത് എന്താ? നമുക്ക് അറിയാം, വെളിപാട് പുസ്തകം 20-ാം അധ്യായം എന്ന് പറയുമ്പോൾ തന്നെ ആ സഹസ്രാബ്ദ വാഴ്ചയെ കുറിക്കുന്ന അതിന്റെ കാര്യങ്ങൾ പറയുന്ന ഒരു അധ്യായമാണ്. സഹസ്രാബ്ദ വാഴ്ച, യേശു കർത്താവ് രണ്ടാമതിങ്ങ് വരാന് ഏറ്റവും അടുത്തിരിക്കുന്നു. ലോക സംഭവങ്ങളൊക്കെ അതിനെ വിളിച്ചോതുന്നു. പുതിയ മാർപ്പാപ്പ വരാൻ പോകുന്നു. അതും ഇതുമായിട്ട് എന്താ ബന്ധം എന്നൊക്കെ നമുക്ക് നമുക്ക് എല്ലാം വ്യക്തമായിട്ട് നമുക്കൊന്നും അറിയത്തില്ല. അല്പമായിട്ട് നമ്മൾ കാണുന്നു. എന്നാ ബാബിലോണും അതിൻ്റെതായ പല കാര്യങ്ങളും ഒക്കെ പ്രാബല്യത്തിലേക്ക് വേറൊരു തലത്തിലേക്ക് വരുന്ന ഒരു രംഗമാണ് അന്ത്യകാലത്ത് വെളിപ്പെടാൻ പോകുന്നത്. ആ ഒരു അന്ത്യകാലത്തൊരു കള്ളപ്രവാചകൻ, ഒരു മത നേതാവാണ് എതിർ ക്രിസ്തുവിന്റെ വരവിലേക്ക് കാര്യങ്ങളെ എളുപ്പമാക്കി തീർക്കുന്ന ഒരു ഏകലോക മതം, ഏകലോക രാഷ്ട്രം, ഏകലോക ഭരണാധികാരി, അങ്ങനെയൊക്കെയുള്ള പല പല കാര്യങ്ങളിലേക്കൊക്കെ ഒരു മത നേതാവ്, വലിയൊരു ലോക സമ്മതിയുള്ള വലിയൊരു മത നേതാവായിരിക്കും. അതും യഹൂദനായിട്ടുള്ള ഒരു മത നേതാവ് എന്നുള്ള കാര്യമൊക്കെ നമ്മള് വെളിപാട് പുസ്തകം 13-ാം അധ്യായത്തിലൊക്കെ നമ്മൾ കണ്ടത്. ആ രണ്ടാമത്തെ മൃഗം ആകുന്ന ആ മത നേതാവ്, ആ കള്ളപ്രവാചകൻ, ഫോൾസ് പ്രോഫിറ്റ്, അവന് വെളിപാട് 13-11 അവൻ അത് ഭൂമിയിൽ നിന്ന് കയറുന്നത് കണ്ടു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഭൂമി അത് ഇസ്രായേലിനെ കുറിക്കുന്നത്, കടല് ജാതികളെ കുറിക്കുന്നതായിട്ട് നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്. അപ്പം ഭൂമിയിൽ നിന്നുള്ള എന്ന് പറയുമ്പോൾ അത് യഹൂദനായിട്ടുള്ള ഒരു മത നേതാവ്. അവന് ആരാധന ലീഡ് ചെയ്യുന്നവനാണ്. പക്ഷെ ആരെ ആരാധിപ്പിക്കാൻ പറയുന്ന, അവസാനം ആരാധിപ്പിക്കുന്നതെന്ന് വെച്ചാൽ എതിർ ക്രിസ്തുവിനെ ആരാധിപ്പിക്കുന്നത്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ വെളിപാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ 11 മുതലുള്ള 11 അതിന്റെ ആ ലാറ്റർ പാർട്ട് 11 മുതലുള്ള വാക്യങ്ങളിലൊക്കെ നമ്മൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എതിർ ക്രിസ്തുവിന്റെ ബിംബത്തെ എല്ലാവരും ആരാധിപ്പിക്കുന്ന കാര്യവും എതിർ ക്രിസ്തുവിന്റെ മുദ്രയുടെ കാര്യവും 666-ന്റെ കാര്യവും ഒക്കെ നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. നമ്മൾ ആ കാര്യങ്ങളൊക്കെ ഇനി എത്തിയോ എന്നുള്ള കാര്യമൊന്നും നമുക്ക് അതിന്റെ നാളോ നാഴികയൊന്നും അറിയത്തില്ല. എന്നാൽ കാര്യങ്ങളൊക്കെ വെളിപ്പെട്ട് വരുമ്പോഴേ നമുക്ക് അറിയത്തുള്ളൂ. എങ്കിലും ലോക സംഭവങ്ങളൊക്കെ, ലോകത്തിന്റെ ഘടികാരമായിട്ട് ഇസ്രായേലൊക്കെ നിൽക്കുന്നു, പല പല പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ. അപ്പം കാര്യങ്ങളൊക്കെ ഇനി അടുത്തടുത്ത് വരുന്നു എന്നൊക്കെയുള്ള ചില സൂചനകളൊക്കെ ഉണ്ട്. നമുക്ക് അറിയത്തില്ല. ആരെയും എന്തെങ്കിലും പറഞ്ഞ് ലേബൽ ചെയ്യാനോ മുദ്ര കുത്താനോ ഒന്നും കാര്യങ്ങളിൽ വ്യക്തത ഇല്ലാത്തടത്തോളം നമ്മള് വ്യക്തമല്ലാത്ത കാര്യങ്ങള് നമ്മള് പ്രഖ്യാപിക്കാനോ ഊഹാപോഹങ്ങൾ പറയാനോ നമ്മൾ ആരുമല്ല. എന്നാൽ പല സാധ്യതകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മളുടെ ഈ ലോക ജീവിതം, അത് കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. നമ്മളുടെ മരണം തന്നെ എപ്പോഴാന്ന് നമുക്ക് അറിയത്തില്ല. കർത്താവിന്റെ രണ്ടാമത്തെ വരവ് എപ്പോഴാന്ന് നമുക്ക് അറിയത്തില്ല. അതുപോലെ കാര്യങ്ങളെല്ലാം അന്ത്യനാഴികയാണെന്ന് 1-ാം നൂറ്റാണ്ടിൽ തന്നെ 1 യോഹന്നാൻ 2-ാം അധ്യായത്തിലെ യോഹന്നാൻ അപ്പോസ്തലൻ പറയുവാണെങ്കിൽ, ഇപ്പോ അന്ത്യനാഴികയും കഴിഞ്ഞത്, ലാസ്റ്റ് അവറും കഴിഞ്ഞ്, ആ അവസാനത്തെ മണിക്കൂറും കഴിഞ്ഞ്, അവസാനത്തെ മിനിറ്റും കഴിഞ്ഞ്, അവസാനത്തെ നിമിഷങ്ങളിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്ന ആ ഒരു ടക്ക് 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 ക്ലോക്കിൽ ഓരോ സെക്കൻഡ് ഹാൻഡ് പോകുമ്പോൾ ആ കാര്യങ്ങളെല്ലാം അതിന്റെ ഒരു പര്യവസാനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ എത്രമാത്രം ഒരുങ്ങിയിട്ടുണ്ട് നമ്മുടെ കർത്താവിനായിട്ട്. യേശു കർത്താവ് വരുമ്പോൾ നമ്മള് ലജ്ജിച്ച് പിന്മാറി പോകുന്നവരായിരിക്കുമോ, അതോ കർത്താവിൽ തന്നെ വസിക്കുന്നവരായിട്ട്, ലജ്ജ കൂടാതെ കർത്താവിനെ എതിരേൽക്കുന്നവരായിട്ട്, ഒരു നല്ല മനസാക്ഷിയോടെ ആത്മനിറവില് ആത്മമണവാളനായിട്ട്
ആ ഒരു ഹൃദയത്തില് ആദ്യ സ്നേഹത്തിന്റെ എണ്ണയുടെ നിറവുമായിട്ട് ബുദ്ധിയുള്ള കന്യകമാരെ പോലെ കർത്താവിനെ എതിരേൽക്കുന്നവരായിരിക്കുമോ, അതോ നമ്മള് വേറെ പല കാര്യങ്ങളിൽ, ലോകത്തിൻ്റെതായ പല കാര്യങ്ങളിലൊക്കെ നമ്മൾ വെയിറ്റഡ് ഡൗൺ ആയിട്ട് നമ്മള് കർത്താവിന്റെ വരവെങ്കില് ലജ്ജിച്ചു പോകുന്നവരായിരിക്കും. വെദർ വി വിൽ ബി ഷ്രിങ്കിങ് ബാക്ക് ഇൻ ഷെയിം. ഒന്ന് യോഹന്നാൻ 2-ാം അധ്യായത്തിലെ ആ വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അറിയായ്മയുടെ കുറവല്ല എങ്കിലും ആ വാക്യം ഞാനിങ്ങനെ വായിക്കാം. ഒന്ന് യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം. നൗ ലിറ്റിൽ ചിൽഡ്രൻ, ഇനിയും കുഞ്ഞുങ്ങളെ, ആത്മീയമായിട്ടുള്ള ശിശുക്കൾക്ക് വേണ്ടുന്ന എക്സോർട്ടേഷനാ എന്ന ഒരു ഹൃദയത്തോടെ യോഹന്നാൻ അപ്പോസ്തലൻ അത് നമ്മളോട് ഓരോരുത്തരോടായിട്ടും പറയുക. ഇനിയും കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ, അത് നോട്ട് ഷ്രിങ്കിങ് എവേ ഫ്രം ഹിം ഇൻ ഷെയിം, അത് ലജ്ജിച്ചു പോകാതെ അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യം ഉണ്ടാകേണ്ടത്, ദാറ്റ് വി മേ ഹാവ് കോൺഫിഡൻസ്. ആ കോൺഫിഡൻസ് എന്നുള്ള വാക്കൊക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പരേസ്യ എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് പദമാണ്. പരേസ്യ എന്ന് പറഞ്ഞാൽ അത് പ്രാഥമികമായിട്ടും സംസാരിക്കാനുള്ളൊരു കോൺഫിഡൻസ്, ചിയർഫുൾ കറേജ്, ഫിയർലെസ് കോൺഫിഡൻസ്, പരേസ്യ. റിയോ എന്ന് പറഞ്ഞാൽ പോ ഫോർത്ത്, അട്ടർ, സംസാരിക്കുന്നതിനെ കുറിച്ച്. പാസ് എന്ന് പറഞ്ഞാൽ എവറിത്തിങ്. അപ്പം പരേസ്യ, ഫ്രീഡം, അൺറിസർവഡ്നെസ് ഇൻ സ്പീച്ച്. അപ്പൊ ആ ഒരു അങ്ങനെ കർത്താവ് വരുമ്പോൾ യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് കർത്താവിനോട് ധൈര്യത്തോടെ ഒന്ന് സംസാരിക്കാൻ, അത് നമ്മുടെ നാവിറങ്ങി പോകുന്നവരായിട്ട്, നമ്മൾ രചിച്ചു പോകുന്നവരായിട്ട്, അയ്യോ കാര്യമൊക്കെ ഇത്രയും പെട്ടെന്നല്ല തീർത്ത് കിട്ടി, എല്ലാം പായൊക്കെ തീർത്ത് കിട്ടി, കാര്യങ്ങളൊക്കെ അവസാനിക്കുമെന്ന് വിചാരിച്ചില്ല എന്നുള്ളൊരു ഷോക്കിലായിരിക്കും. എന്ന നമുക്ക് ധൈര്യം ഉണ്ടാകേണ്ടതിന് അവന് വസിക്കുവിൻ. ധൈര്യം ഉണ്ടാകേണ്ടതിന് ഒറ്റ കാര്യം ചെയ്താൽ മതി. എന്താ? അവനിൽ വസിച്ചാൽ മതി. കൊമ്പ് മുന്തിരിയോടയിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എന്നിൽ വസിക്കുക, അപ്പൊ ഞാൻ നിങ്ങളിൽ വസിക്കുമെന്ന് യോഹന്നാൻ 15-ാം അധ്യായത്തിൽ പറഞ്ഞ കർത്താവിന്റെ മൊഴികൾ അതുപോലെ എഴുതി വെച്ച യോഹന്നാൻ അപ്പോസ്തലൻ തന്നെ, യോഹന്നാൻ 15-ാം അധ്യായം എഴുതി അതേ യോഹന്നാൻ അപ്പോസ്തലൻ തന്നെ യോഹന്നാന്റെ ലേഖനം എഴുതുമ്പോഴും അവനിൽ വസിക്കുവിൻ, കർത്താവിൽ വസിക്കുക. നമ്മള് വേറെ 10,000 കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നില്ല. വസിക്കുക, കർത്താവിൽ വസിക്കുക. നമുക്ക് നമ്മളുടെ സ്വയജീവനത്തിൽ തന്നെ അങ്ങ് വസിക്കാനൊരു ചോയ്സ് ഉണ്ട്. അല്ലെങ്കിൽ കർത്താവിന്റെ സാന്നിധ്യം അതങ്ങ് സ്വർഗസിംഹാസനത്തിലാണ് കർത്താവിന്റെ സാന്നിധ്യം ഉള്ളത്. എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളുടെ ആത്മാവിലേക്ക് വന്നിരിക്കുമ്പം നമ്മളുടെ ആത്മാവിന്റെ തലത്തിൽ കർത്താവിന്റെ സാന്നിധ്യമുണ്ട്. അപ്പൊ നമ്മുടെ ആത്മാവിന്റെ തലത്തിൽ നമുക്ക് വസിക്കാം, അല്ലെങ്കിൽ ദേഹിയുടെയോ ദേഹത്തിന്റെ തലത്തിൽ വസിക്കാം. നമ്മളുടെ സ്വാഭാവിക ബുദ്ധിക്ക് അനുസരിച്ച് നമ്മളങ്ങ് ജീവിക്കുകയും സ്വാഭാവികമായ നമ്മളുടെ പാഷൻസിന്, രാഗമോഹങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുവാണെങ്കിൽ നമ്മൾ ദേഹിയിലും ദേഹത്തിലും ഒക്കെ ജീവിക്കുന്നവരായിരിക്കും. എന്നാൽ നമ്മൾ കർത്താവെ, എനിക്കൊന്നും അറിയത്തില്ല, എന്നെക്കൊണ്ടൊന്നും അറിയത്തില്ല, കർത്താവെ എല്ലാം അവിടുന്ന് ആഗ്രഹിക്കുന്ന പോലെ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കർത്താവെ, എൻ്റെ ഇഷ്ടം പോലൊന്നും വേണ്ട പ്രിയനെ, അവിടുത്തെ ഇഷ്ടം പോലെ മതി എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ ഒരു പൂജ്യമായിട്ട്, ഒരു സീറോ ആയിട്ട് നമ്മളെ തന്നെ താഴ്ത്തി കർത്താവിനെ ഏൽപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമ്മൾ നിറയപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ, നമ്മളെ തന്നെ അങ്ങനെ താഴ്ത്തി സമർപ്പിക്കുമ്പോഴാണ് പരിശുദ്ധാത്മ നമ്മളിൽ ഒന്ന് നിറഞ്ഞ് സ്വർഗത്തിന്റെ ആത്മാവ് നമ്മളിൽ ഒന്ന് നിറയുമ്പോൾ, പരിശുദ്ധാത്മാവുടെ ആത്മാവിലേക്ക് വന്ന് നിറഞ്ഞ് നമ്മളുടെ ദേഹിയെയും ദേഹത്തെയും കൺട്രോൾ ചെയ്യുമ്പോൾ അത് നമ്മൾ സ്വർഗസിംഹാസനത്തിലെത്തിയ ഇതിന് ഇക്വലന്റ് ആണ്, അതിന് സമമാണ്. അപ്പം നമ്മൾ അവിടെ കർത്താവിൽ തന്നെ വസിക്കാൻ നമുക്ക് പറ്റും. പരിശുദ്ധാത്മാവിന്റെ നിറവിലാണ് നമുക്ക് കർത്താവിൽ വസിക്കാൻ പറ്റുന്നത്. എന്നാൽ നമ്മളെ തന്നെ ജീവനുള്ള യാഗമായിട്ട് താഴ്ത്തി സമർപ്പിക്കുമ്പോഴേ കർത്താവിന്റെ വസിക്കാനൊക്കെ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഇമാജിൻ ചെയ്യാം കർത്താവിന്റെ കൂടെ ആണെന്ന്, നമ്മൾക്ക് വെറുതെ ഒന്ന് ഇമാജിൻ ചെയ്ത് സങ്കല്പിച്ചൊക്കെ നോക്കാം. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അതൊന്ന് കർത്താവിൽ നമ്മളെ തന്നെ, നമ്മുടെ ആ ചോയ്സ്, നമ്മളുടെ വിൽ, നമ്മളുടെ ആ സ്വന്തം ഇഷ്ടം കർത്താവിന് സമർപ്പിക്കാതെ നമുക്കൊരിക്കലും കർത്താവിൽ വസിക്കാനൊക്കെ പറ്റില്ല. നമുക്ക് സങ്കല്പിക്കാനൊക്കെ ഒക്കത്തുള്ളൂ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്നൊക്കെ സങ്കല്പിച്ചുകൊണ്ടിരിക്കാം. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് വെറുതെ സങ്കല്പിച്ച് മടുത്തതേ ഉള്ളൂ, കർത്താവ് കൂടെ ഉള്ളതായിട്ടൊന്നും ഇല്ല. കർത്താവിന്റെ സന്നിധിയിൽ എന്തുണ്ട്? ആനന്ദത്തിന്റെ പരിപൂർണത ഉണ്ടെന്നാ നമ്മള് 16-ാം സങ്കീർത്തനത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. അപ്പം നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ വസിക്കുന്നവരാണെങ്കിൽ ആനന്ദത്തിന്റെ പരിപൂർണതയുണ്ട്, സ്നേഹത്തിന്റെ പരിപൂർണതയുണ്ട്, സമാധാനത്തിന്റെ പരിപൂർണതയുണ്ട്. അങ്ങനെ കർത്താവിൽ വസിക്കുവാൻ തക്കവണ്ണം ആണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മള് വെളിപാട് പുസ്തകം 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. കർത്താവ് വന്നു കഴിഞ്ഞാൽ ഒരു സഹസ്രാബ്ദ വാഴ്ച, അബ്ദം എന്ന് പറഞ്ഞാൽ വർഷം, സഹസ്രാബ്ദം 1000 വർഷം, 1000 വർഷക്കാലം ഭരണം. ആ 1000 വർഷക്കാലം ഭരണം ഉണ്ടായിരിക്കും. അതിനുശേഷം ഒരു പട്ടിയെ തുറന്നു വിടുന്നത് പോലെ അഗാധത്തിൽ നിന്ന് ആര് തുറന്നു വിടും? പിശാച് ആകുന്ന തിരുടനെ, അല്ലെങ്കിൽ
കള്ളനെ കള്ളൻ മോഷ്ടിക്കാനും അറുക്കുവാനും ഒക്കെ വരുന്നതെന്ന് നമ്മളെ യോഹന്നാൻ 10:10 വായിക്കുന്ന പോലെ ആ കള്ളനെ തുറന്നു വിടും, കൂട്ടിന്ന് തുറന്നു വിടും. അവനെ തുറന്നു വിടുമ്പോഴത്തേക്ക് അവൻ പിന്നെയും പോയി എല്ലാവരെയൊക്കെ വഞ്ചിക്കുന്നൊക്കെ നമ്മൾ വെളിപാട് 20:8 കണ്ടത്. പിന്നെയും ദൈവത്തിന് എഗൻസ്റ്റ് ആയിട്ട്, വിശുദ്ധന്മാർക്ക് എഗൻസ്റ്റ് ആയിട്ട്, എതിരായിട്ട് ഈവൻ യുദ്ധം ത്തിന് പുറപ്പെടുന്നതും പെട്ടെന്ന് തന്നെ യുനോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തീർന്നു പോയി എന്ന് പറഞ്ഞതുപോലെ യുദ്ധം ചെയ്യാനായിട്ട് പുറപ്പെടുമ്പോഴത്തേക്കും തന്നെ ദൈവത്തിന്റെ അഗ്നി വന്ന് 9-ാമത്തെ വാക്യം, വെളിപാട് 20-ന്റെ 9-ാമത്തെ വാക്യം, എന്നാൽ അതിന്റെ ലാറ്റർ പാർട്ട് 2-ാമത്തെ പകുതി, എന്നാൽ ആകാശത്ത് നിന്ന് തീ ഇറങ്ങി അവരെ ദഹിപ്പിച്ച് കളയും, അവർ കുഴിക്കുന്ന കുഴിയിൽ അവർ തന്നെ ഇങ്ങനെ വീഴും എന്നുള്ള കാര്യമൊക്കെ നമ്മൾ സദൃശവാക്യം 26-27 നമ്മൾ ചേർത്ത് ചിന്തിച്ചായിരുന്നു. അവനെ വഞ്ചിച്ച പിശാചിനെ, ഈ വെളിപാട് 20-ന്റെ 10, വെളിപാട് 10-ന്റെ 10, സോറി യോഹന്നാൻ 10-ന്റെ 10 നമുക്കറിയാം. എന്താ പറയുന്നേ, കള്ളൻ അറുക്കാനും മുടിക്കുവാനും മോഷ്ടിക്കുവാനും, ദ സ്റ്റീൽ കംസ് ഓൺലി ടു സ്റ്റീൽ, ദ തീഫ് കംസ് ഓൺലി ടു സ്റ്റീൽ, കിൽ ആൻഡ് ഡിസ്ട്രോയ്. കള്ളന് വരുന്നതിന്റെ അജണ്ട എന്താന്നുള്ള കാര്യം യോഹന്നാൻ 10-ന്റെ 10 പറയുന്നത്. ഇവിടെ വെളിപാട് 20-ന്റെ 10 നമുക്ക് ഓർക്കാൻ എളുപ്പമുള്ള ഒരു വചനം തന്നെ, വെളിപാട് 20-ന്റെ 10. അപ്പം ഈ 2020 ക്രിക്കറ്റ് മാച്ച് എന്നൊക്കെ പറഞ്ഞതുപോലെ 10-ന്റെ 10, 20-ന്റെ 10. അപ്പൊ നമ്മള് യോഹന്നാൻ 10-ന്റെ 10 നമ്മൾ എന്താ വായിക്കുന്നേ? യോഹന്നാൻ 10-ന്റെ 10 മോഷ്ടിക്കുവാനും, സ്റ്റീൽ, കിൽ, അറുക്കുവാനും, മുടിക്കുവാനും, ഡിസ്ട്രോയ്, മോഷ്ടിക്കുവാനും, അറുക്കുവാനും, മുടിക്കുവാനും അല്ലാതെ കള്ളം വരുന്നില്ല, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ഉണ്ടാകുവാനും അത്രയും ഞാൻ വന്നിരിക്കുന്നതെന്ന് യേശു പറയുന്നുണ്ട്. ആ സമൃദ്ധിയായ ജീവൻ കർത്താവ് തന്നെ തന്റെ സ്വയജീവനെ ആടുകൾക്കായിട്ട് പിതാവിന്റെ ഹിതത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്ത തനിക്ക് സമൃദ്ധമായ ജീവൻ ഉണ്ടാകുന്നതും പിതാവിൽ നിന്ന് ലഭിച്ച അങ്ങനെ സമൃദ്ധമായ ജീവൻ കൊടുക്കുന്ന കാര്യമൊക്കെ അതിന്റെ 11-ാമത്തെ വാക്യത്തിലൊക്കെ പറയുന്ന കാര്യമൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇപ്പൊ യോഹന്നാൻ 10-ന്റെ 10 ഈ കള്ളന്റെ അജണ്ടയൊക്കെ പറയുന്നുണ്ട്. വെളിപാട് പുസ്തകം, ഇതേ യോഹന്നാൻ തന്നെ എഴുതി വെളിപാട് പുസ്തകം 20-ന്റെ 10 ഈ കള്ളന്റെ അന്ത്യം പറയുന്നുണ്ട്. അപ്പൊ പിശാചിനെ നമ്മള് പേടിക്കേണ്ട കാര്യമില്ല. അവന്റെ അന്ത്യന്യായ വിധിയൊക്കെ ദേ ഇവിടെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും അറിയത്തില്ലെങ്കിൽ എന്താ, വെളിപാട് 20-ന്റെ 10, വെളിപാട് 20-ന്റെ 10 എല്ലാവരും കേൾക്കുന്നുണ്ടോ? എല്ലാവരും നോക്കുന്നുണ്ടോ? അവര് വഞ്ചിച്ച പിശാചിനെയും മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന, മൃഗവും കള്ളപ്രവാചകനും, ഈ കള്ളപ്രവാചകന്റെ കാര്യം നമ്മളിപ്പം പറഞ്ഞതേ ഉള്ളൂ. വലിയൊരു ആഗോള മത നേതാവ് വെളിപ്പെടും, കള്ളപ്രവാചകൻ, പിന്നെ മൃഗം, എതിർ ക്രിസ്തു. ഈ കള്ളപ്രവാചകൻ ആരാധിക്കാൻ പറഞ്ഞ മൃഗം, എതിർ ക്രിസ്തു. അപ്പം ഈ അവരെ വഞ്ചിച്ച പിശാചിനെ, മൃഗവും കള്ളപ്രവാചകനും, ഈ തൃത്വം, പിശാചിന് തൃത്വം അവിടെ നരകത്തിൽ തന്നെ ആവും. 1000 വർഷക്കാലം അവർ കാത്തിരിക്കുമായിരുന്നു, സീറ്റ് പിടിച്ചിട്ടിരിക്കുമായിരുന്നു. ആദ്യം ബസ്സിൽ കയറുന്നവർ പണ്ട് ഇപ്പോഴും അങ്ങനെ ആയിരിക്കും, സീറ്റ് പിടിച്ചിട്ടിരിക്കും. അതെ, ആള് വരുന്നുണ്ട്, വേറൊരാളും കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഈ തീപ്പൊയ്കക്കകത്ത് പിശാചിന് സീറ്റും പിടിച്ചുകൊണ്ടിരിക്കും. അവിടെ സെൻട്രൽ സീറ്റ്, അതായത് ഈ ഏറ്റവും തീപ്പൊയ്കയുടെ ഒത്ത നടുക്കത്തെ സ്ഥാനം കൊടുക്കാൻ വേണ്ടി അപ്പുറവും ഇപ്പുറവുമായിട്ട് കള്ളപ്രവാചകനും എതിർ ക്രിസ്തുവും കള്ളപ്രവാചകനും കൂടെ അപ്പുറവും ഇപ്പുറവും കാത്തു നിന്ന് സെൻട്രൽ സീറ്റ് ഇൻ ദ ഫയറി ഹെൽ, അഗ്നിപ്പൊയ്കയില് കേന്ദ്രസ്ഥാനം തന്നെ അവന് ബുക്ക് ചെയ്തുകൊണ്ട്, റിസർവ് ചെയ്തുകൊണ്ട് അവർ കാത്തിരിക്കുമായിരുന്നു 1000 വർഷക്കാലം. ഇവന് എത്തിയിട്ടില്ലല്ലോ, ഇപ്പൊ എത്തി. എപ്പോ എത്തി? വെളിപാട് 20-ന്റെ 10 അവരെ വഞ്ചിച്ച പിശാചിനെ, ഈ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന, അവരെ അപ്പുറം ഇപ്പുറം സീറ്റ് പിടിച്ച് വെച്ചേക്കുന്ന ഗന്ധക തീപ്പൊയ്കയിലേക്ക്, അതാ ലേക്ക് ഓഫ് ഫയർ ആൻഡ് ബ്രിംസ്റ്റോൺ, ഗന്ധക തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. അവർ എന്നേക്കും, അവർ എന്ന് പറയുമ്പോൾ ഈ 3 പേര് എന്നേക്കും രാപ്പകൽ ദണ്ഡന സഹിക്കേണ്ടി വരും. അത് അങ്ങ് അനിലേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ അതങ്ങ് നശിച്ച് നാശാഘോഷമായിട്ട് അങ്ങ് ചിലർ പറയാം, നരകത്തിൽ അങ്ങ് പോയാൽ അങ്ങ് അഗ്നിയിൽ അങ്ങ് നശിച്ച് അങ്ങ് ഇല്ലല്ലോ, നമ്മൾ പിന്നെ ഇല്ലല്ലോ. അങ്ങനെയല്ല, നമ്മൾ ആ നരകത്തിൽ പോകുന്നവരും സ്വർഗത്തിൽ പോകുന്നവരും ഇറ്റേണലായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നവരാ. അതുകൊണ്ട് നമ്മൾ പറയുന്നത് നിത്യജീവൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം നിത്യമായിട്ട് ജീവിക്കുന്നത് എന്നുള്ള ഒരു കേവല അർത്ഥമല്ല. എന്ന് പറഞ്ഞാൽ നിത്യമായിട്ട് ജീവിക്കുന്ന, അല്ലെങ്കിൽ നിത്യമായിട്ട് എക്സിസ്റ്റ് ചെയ്യുക, നിത്യമായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു അവസ്ഥ നരകത്തിലുമുണ്ട്. നിത്യമായിട്ട് അവരും എക്സിസ്റ്റ് ചെയ്യുന്ന, അവർ ജീവിക്കുന്നത് എന്നുള്ള വാക്ക് ചിലപ്പോൾ നമുക്ക് അങ്ങ് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അവരെ ആത്മീയമായിട്ട് പറയുകയാണെങ്കിൽ അവരും നിത്യമായിട്ട് മരിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ നിത്യമായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പം അവർ നിത്യമായിട്ടുണ്ട്. നരകത്തിൽ പോകുന്ന ബഹുഭൂരിപക്ഷവും നിത്യമായിട്ടുണ്ട്. എന്നാൽ അവര് നരകത്തില് നിത്യമായിട്ടുള്ള രാപ്പകൽ ദണ്ഡനം സഹിക്കേണ്ടതായിട്ട് വരുന്ന ഒരു കാര്യം നമ്മളവിടെ വായിക്കുന്നേ. എന്താ നിത്യജീവൻ എന്ന് പറയുമ്പോൾ അതൊരു നിത്യമായിട്ട് ജീവിക്കുക എന്നുള്ളൊരു കേവലം ആ വാക്കിന്റെ അർത്ഥമല്ല, മറിച്ച് അത് ദൈവത്തിന്റെ ജീവനാണ്, ആദിയും അവസാനമില്ലാത്ത ജീവൻ, അയോണിയോസ് സോയി എന്ന് പറഞ്ഞൊരു
ഗ്രീക്ക് പദം അയോണിയോസ് എന്ന് പറയുന്നത് ഇറ്റേണൽ, ലൈഫ് എന്ന് പറഞ്ഞാൽ സോയെ. അപ്പോൾ അയോണിയോസ് എന്നുള്ള ആ ഗ്രീക്ക് പദത്തിന്റെ തന്നെ അതിന്റെ അർത്ഥം ആദിയില്ല അന്തവും ഇല്ലാത്തത് എന്നുള്ള, ഇറ്റേണൽ എന്നുള്ള വാക്കിന് അന്തമില്ലാത്തതെന്ന് മാത്രം നമ്മൾ സാധാരണ പെട്ടെന്ന് നമ്മളുടെ നമ്മളുടെ സാധാരണ ഭാഷയിൽ നമ്മൾ ചിന്തിക്കുന്നതെന്ന്, നിത്യം അല്ലെങ്കിൽ ഇറ്റേണൽ അയോണിയോസ് എന്നുള്ള ആ പദത്തിന്റെ അർത്ഥം ആദിയില്ല അന്തവും ഇല്ല. ആദ്യം അന്തമില്ലാത്ത ജീവൻ ആർക്കേ ഉള്ളൂ? ദൈവത്തിനേ ഉള്ളൂ. അപ്പം നിത്യജീവൻ എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന്റെ ജീവനാ, ദൈവത്തിന്റെ സ്വഭാവമാണ്, ദൈവത്തിന്റെ ദിവ്യ സ്വഭാവം, പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ലഭിക്കുന്ന ആ ഒരു ജീവൻ, ആ വെളിച്ചം, ആ ജീവനാണ് മനുഷ്യർക്ക് വെളിച്ചമായി. യേശുവിലുണ്ടായിരുന്ന ആ ജീവനാണ് മറ്റ് അവിടെ ഭൂമിയിലുള്ള മനുഷ്യർക്ക് വെളിച്ചമായതെന്ന്, നമുക്ക് മനുഷ്യർക്ക് വെളിച്ചമായതെന്ന് യോഹന്നാൻ 1:4 നമ്മൾ വായിക്കുമ്പോൾ അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ആ ജീവൻ, നിത്യജീവൻ, യേശുവിന്റെ ജീവൻ, ആ ജീവനെ കർത്താവ് നമുക്ക് സമർത്ഥമായിട്ട് തരാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ആ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ കർത്താവിനെ അറിയുന്നതാണ് നിത്യജീവൻ എന്നൊക്കെ യോഹന്നാൻ 13:17 വാക്യമൊക്കെ നമുക്കറിയാം. അപ്പം ദൈവത്തിന്റെ ജീവൻ, ആ ജീവനിലൂടെ നമുക്ക് ദൈവത്തെ ഒരാത്മമണവാളനായിട്ട്, നമ്മുടെ സ്വന്തം പിതാവായിട്ട്, നമ്മുടെ സ്വന്തം കംഫർട്ടറായിട്ട്, നമ്മുടെ സ്വന്തം ആശ്വാസപ്രദനായിട്ടും സഹായകനുമായിട്ടൊക്കെ പരിശുദ്ധാത്മാവിനെ എല്ലാ ആഴത്തിൽ അറിയുന്ന ആ ഒരു നിത്യജീവൻ, അപ്പൊ അത് നിത്യജീവൻ, ഇത് നിത്യമരണം. അത് രണ്ടാം മരണം എന്നൊക്കെ നമ്മൾ താഴോട്ട് അതിന്റെ 14 വാക്യത്തിലേക്ക്, ആ വാക്യത്തിലേക്ക് നമുക്ക് വരാം. അപ്പൊ 11 വാക്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു. ഞാൻ വലിയൊരു വെള്ള സിംഹാസനം, അതായത് യോഹന്നാൻ അപ്പോസ്തലൻ ചെറിയ വെള്ള സിംഹാസനമല്ല, വലിയ വെള്ള സിംഹാസനമാണ്, ഗ്രേറ്റ് വൈറ്റ് ത്രോൺ. അത് വലിയവനായ ദൈവത്തിന് ഇരിക്കാൻ, ഇപ്പൊ വലിയവനായിട്ടുള്ള ഒരു വലിയൊരു ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു വരണ്ടി ഇട്ട് കൊടുക്കത്തില്ല, ഏറ്റവും നല്ല ചെയറിലിരിക്കാൻ പറയും എന്ന് പറയുന്നത് പോലെ വലിയവനായ ദൈവത്തിന് വലിയ വെള്ള സിംഹാസനം, അതും വെള്ള സിംഹാസനമാണ്. അത് കറുത്ത സിംഹാസനമല്ല, ഇത് വിശ്വാസികളുടെ ന്യായവിധിയല്ല. അതുകൊണ്ട് കുറച്ച് കറുപ്പ് ഇരിക്കട്ടെ, കറുപ്പ് പെയിന്റടിച്ച് കളയാന്ന് വിചാരിച്ചില്ല, മറിച്ച് വെള്ള സിംഹാസനം, ദൈവത്തിന്റെ നീതിയിലും വിശുദ്ധിയിലും ഒക്കെ ഉള്ള ഏറ്റവും ന്യായത്തോടെ ഉള്ള ഒരു ന്യായവിധി ആയിരിക്കും അത്. അല്ലാതെ കാടടച്ച് വെടിവെക്കുന്നവണൊക്കെ എല്ലാവരും കൂടെ പിടിച്ച് നരകത്തിലിടുന്ന അങ്ങനെ ഒരു ഇതല്ല. ഓരോരുത്തരുടെയും പ്രവർത്തിക്ക് ഒത്തവണ്ണമാണ് അവർക്ക് കൊടുക്കുന്നതെന്ന് അതിന്റെ 12 വാക്യത്തിൽ, പ്രവർത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി അക്കോർഡിംഗ് ടു ദ ഡീഡ്സ്. അതും വലിയൊരു ആശ്വാസം നൽകുന്ന കാര്യം. ഒരു വിധത്തിൽ പറഞ്ഞ എല്ലാ വിശ്വാസികളും ഒരേ തരത്തിലുള്ള ശിക്ഷാവിധിയല്ല. ദൈവത്തിന് എങ്ങനെ എല്ലാവരും ഒരേപോലെ അങ്ങനെ ശിക്ഷിക്കാൻ പറ്റുമെന്ന് നമുക്ക് നമ്മുടെ ചിലപ്പോൾ നമ്മുടെ അറിവില്ലായ്മ ചിന്തിച്ചു പോകും. അങ്ങനെയല്ല ഒരിക്കലും. സ്വർഗത്തിലെ എല്ലാവർക്കും ഒരേ പ്രതിഫലമല്ല എന്ന് പറയുന്ന പോലെ നരകത്തിലും എല്ലാവർക്കും ഒരേ ശിക്ഷാവിധിയല്ല. അവിടെ പിശാചിനും അവന്റെ അപ്പുറവും ഇപ്പുറമുള്ള മൃഗത്തിനും, അതായത് ഇത് ക്രിസ്തുവിനും കള്ളപ്രവാചകനും ഏറ്റവും മാക്സിമം ശിക്ഷ സെൻട്രൽ ത്രോണിൽ തന്നെ, ത്രോൺ എന്ന് പറഞ്ഞാൽ സെൻട്രൽ പോയിന്റ് തന്നെ, അവിടെ ഒരു ലേക്ക് ഓഫ് ഫയർ ഒരു വൃത്തമായിട്ട് കരുതുവാണെങ്കിൽ അതിന്റെ സെൻട്രൽ തന്നെ അവർ ഏറ്റവും ചൂടുള്ളിടത്ത്, ഏറ്റവും ചൂടെന്ന് പറഞ്ഞാൽ അതൊരു ആലങ്കാരികമായിട്ട് ഭാഷയാണ്. എന്നാൽ അത് അഗ്നിയെക്കാട്ടും മോശമായിട്ടുള്ള എന്തോ ആണ് അവിടെ ഉള്ളത്. ദൈവത്തിന്റെ സാന്നിധ്യം ഇല്ലാതെ ദൈവത്താൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു സ്ഥലം. അപ്പം ഈ പ്രപഞ്ചത്തിൽ ദൈവത്താൽ ഉപേക്ഷിക്കപ്പെട്ട ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. അത് എവിടാന്ന് ചോദിച്ചാൽ ഈ നരകം. ആ നരകത്തെയാണ് ഈ തീപ്പൊയ്കയിലോട്ടിടുന്നത്. അപ്പൊ ആ തീപ്പൊയ്ക നരകവുമാണ് ദൈവത്താൽ ഉപേക്ഷിക്കപ്പെട്ട ഗോഡ് ഫോർസേക്കൻ പ്ലേസ്, ദ ഓൺലി ഗോഡ് ഫോർസേക്കൻ പ്ലേസ് ഇൻ ദിസ് യൂണിവേഴ്സ്. അപ്പം അവിടെ ദൈവസാന്നിധ്യം ഇല്ല. അവിടെ മുറുമുറുപ്പും പരാതിയും ആകുലചിന്തവും കയ്പും വിരോധവും ദേഷ്യവും അങ്ങനെയൊക്കെ എല്ലാം കൂടെ അവരുടെ ആ തനി സ്വഭാവം എല്ലാം കൂടെ പുറത്തു വരുന്ന ആ ഒരു കാര്യം. ഇന്ന് അവിശ്വാസികളെ നമ്മൾ നോക്കുമ്പം അവരും വളരെ മാന്യമായിട്ടൊക്കെ ജീവിക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇന്ന് അവർക്കൊരു മനസാക്ഷിയുണ്ട്, ദൈവത്തിന്റെ കരുണ അവരിൽ പറ്റിപ്പോയിട്ടില്ല, അതൊക്കെ കൊണ്ട് അവർ മാന്യമായിട്ടൊക്കെ ജീവിക്കുന്നു. എന്നാൽ കർത്താവിനെ അറിയാത്ത അവിശ്വാസികൾ അന്ന് അവിടെ ദീപൊയ്കയിൽ അവരുടെ ആ ജഡത്തിന്റെ തനി നിറവെല്ലാം പുറത്തു വരികയും അവര് അതുപോലൊരു വല്ലാത്തൊരു ശിക്ഷാവിധിയിലായിരിക്കും. നമുക്ക് ആലോചിക്കാൻ പറ്റുന്നതിലും അധികമായിട്ടുള്ള കെടാത്ത തീയും ചാകാത്ത പുഴുവെന്നൊക്കെ യേശു കർത്താവ് തന്നെ മർക്കോസിന്റെ സുവിശേഷത്തിൽ 9-ാം അധ്യായത്തിൽ പറയുന്ന വാക്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മളതൊക്കെ വായിച്ചല്ലോ. അപ്പൊ അങ്ങനെ ഒരു വലിയൊരു വെള്ള സിംഹാസനം, അതിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. യേശു കർത്താവ് ആണ് ആ ന്യായവിധി എല്ലാം ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ യോഹന്നാൻ 12:48 നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ ആ വാക്യമൊക്കെ കണ്ടിട്ടുണ്ട്. യോഹന്നാൻ 12:48 നമുക്ക് പരിചയമുണ്ടോ? അവിടെ എന്താ നമ്മൾ വായിക്കുന്നേ? യോഹന്നാൻ 12-ാം അധ്യായത്തിന്റെ 48 വാക്യത്തിൽ, ഒടുക്കത്തെ നാളിൽ ആരാ ന്യായം വിധിക്കുന്നേ? എന്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവനുണ്ട്. ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ അവനെ ന്യായം വിധിക്കും. കർത്താവ് സംസാരിച്ച വചനം തന്നെ ന്യായം വിധിക്കും. അത് കഴിഞ്ഞിട്ട് യോഹന്നാൻ 5-ാം അധ്യായത്തിൽ ആ ന്യായവിധി ആർക്ക് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു? പിതാവ് ന്യായവിധിയെല്ലാം ആർക്കാ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നതെന്ന് യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യോഹന്നാൻ 5-ാം അധ്യായത്തില് അതിന്റെ 22-ാമത്തെ വാക്യം, എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെ ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാത്ത ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു.
പുത്രനാണ് ന്യായം വിധിക്കുന്നത്. പുത്രനാണ് ന്യായം വിധിക്കുന്നതെന്ന് പുത്രൻ പറഞ്ഞ വാക്കുകളാണ് ദൈവവചനത്തിൽ നിന്ന് അവർ കേട്ട കാര്യങ്ങൾ, അതിനനുസരിച്ചുള്ള ന്യായവിധിയായിരിക്കും ഉണ്ടായിരിക്കേണ്ടത്. നമ്മളും ദൈവമുമ്പാകെ കണക്ക് കൊടുക്കേണ്ടി വരുമ്പോഴും നമ്മൾ കേട്ട വചനത്തിന്റെ നിലവാരത്തിനൊത്തവണ്ണം നമ്മൾ പറഞ്ഞതും കേട്ടതുമായിട്ടുള്ള വചനത്തിന്റെ നിലവാരത്തിനൊത്തവണ്ണമുള്ള കൂടുതൽ കൊടുത്തവനോട് കൂടുതൽ ചോദിക്കുന്നു. ഇത് ലൂക്കോസ് 12:48 പറയുന്നത് പോലെ അതുപോലെയൊക്കെയുള്ള ഒരു യുനോ ജഡ്ജ്മെന്റ്, അല്ലെങ്കിൽ അതുപോലെയുള്ളൊരു ഗിവിങ് എൻ അക്കൗണ്ട് ഓഫ് എ ലൈഫ്, നമ്മളുടെ ജീവിതത്തിന് ഒരു കണക്കുകൊടുപ്പാണ് സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് മുമ്പ്. കർത്താവ് രണ്ടാമത്തെ വരവെങ്കിൽ സഹസ്രാബ്ദ വാഴ്ച തുടങ്ങുന്നതിന് മുമ്പായിട്ട് വിശ്വാസികൾ മുമ്പാകെ പ്രതിഫലത്തിനായിട്ടുള്ള ഒരു നിൽപ്പുണ്ട്. അവരുടെ ജീവിതത്തിന് കണക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു നിൽപ്പ്. എന്നാൽ ഈ പറയുന്ന അതല്ല. ഈ പറയുന്ന സഹസ്രാബ്ദ വാഴ്ചയും കഴിഞ്ഞ് അവിശ്വാസികളുടെ ന്യായവിധിയാണ് പറയുന്നത്. വിശ്വാസികളുടെ പ്രതിഫലത്തെക്കുറിച്ച് നമ്മൾ ഇതേ വെളിപാട് പുസ്തകം 11-ാം അധ്യായത്തിൽ അവസാന കാഹളത്തെങ്കിൽ കർത്താവിന്റെ രാജ്യത്വം വരുന്ന കാര്യമൊക്കെ വായിച്ചപ്പം വെളിപാട് പുസ്തകം 11-ാം അധ്യായത്തിന്റെ അതിന് 17-18 വാക്യങ്ങളിൽ യേശുവിനെ സഹസ്രാബ്ദ വാഴ്ച തുടങ്ങുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് നിന്റെ ദാസന്മാരായ മരിച്ചവരെ ന്യായം വിധിക്കുവാനും നിന്റെ ദാസന്മാരെ പ്രവാചകന്മാർക്കും വിശുദ്ധന്മാർക്കും ചെറിയവരും വലിയവരുമായി നിന്റെ ഭക്തന്മാർക്കും പ്രതിഫലം കൊടുക്കുവാനും ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിക്കുവാനുള്ള കാലം വന്നു എന്നുള്ളൊരു കാര്യം നമ്മളിവിടെ വായിക്കുന്നു. പ്രതിഫലം കൊടുക്കുവാനും പിന്നെ ഭൂമിയെ നശിപ്പിക്കുന്നത് ഈ 1000 വർഷത്തിന് ശേഷമാണ്. എന്നാൽ ആ പ്രതിഫലം കൊടുക്കുന്ന ഒരു സമയം നമ്മൾ സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് മുമ്പായിട്ട്, സഹസ്രാബ്ദ വാഴ്ച 1000 വർഷക്കാലം ഭരണത്തിന് ശേഷം, മില്ലനിയൽ റെയിന് ശേഷം ഈ അവിശ്വാസികളുടെ ന്യായവിധി ഉണ്ടാകുന്നൊരു കാര്യം നമ്മളവിടെ വായിക്കുന്നുണ്ട്. അപ്പം വിശ്വാസികളും എല്ലാവരും മുമ്പാകെ കർത്താവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നമ്മൾ നിൽക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ ഈ വെള്ള ന്യായസിംഹാസനമല്ല പറയുന്നത്. അത് സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് മുമ്പായിട്ട് കർത്താവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നമ്മളെല്ലാവരും നിൽക്കേണ്ടി വരുമെന്ന് അത് പൗലോസ് തന്നെയും കൂടെ ഉൾപ്പെടുത്തി ഇവിടെ പറയുന്നത്. റോമർ 12-ാം അധ്യായത്തിൽ പറയുന്ന, റോമർ 14-ാം അധ്യായത്തിൽ, റോമർ 14-12 നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണോ? റോമർ 14-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. സോ ദെൻ ഈച്ച് വൺ ഓഫ് us എന്ന് പറയുമ്പോൾ പൗലോസ് അപ്പോസ്തലനെയും കൂടെ ഉൾപ്പെടെ എല്ലാ വിശ്വാസികളാകിയാൽ നമ്മിൽ ഓരോരുത്തരും ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും, ദൈവത്തിന്റെ മുമ്പാകെ കണക്ക് കൊടുക്കേണ്ടി വരും എന്നുള്ളൊരു കാര്യം അവിടെ 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. ദൈവം മുമ്പാകെ അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ, വി വിൽ ഓൾ സ്റ്റാൻഡ് ബിഫോർ ദ ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ഗോഡ്. ആ ജഡ്ജ്മെന്റ് സീറ്റല്ല ഇപ്പൊ നമ്മൾ വെളിപാട് 20 വായിച്ചേ. വെളിപാട് 20 ഇപ്പൊ നമ്മൾ വായിച്ച് 12-ാമത്തെ വാക്യത്തിൽ നമ്മളിപ്പം വായിച്ച് 11-ാമത്തെ വാക്യത്തിൽ നമ്മളിപ്പം വായിച്ച് അവിശ്വാസികളുടെ ന്യായവിധിയാ. ഇത് വിശ്വാസികൾ കർത്താവിന്റെ സഹസ്രാബ്ദ വാഴ്ചയുടെ തുടക്കത്തില് മുമ്പാകെ, ആ ന്യായാസനത്തിന് മുമ്പാകെ, അതിന്റെ 10-ാമത്തെ വാക്യം, റോമർ 14-10. എന്നാൽ നീ സഹോദരനെ വിധിക്കുന്നത് എന്താ, അല്ല നീ സഹോദരനെ ധിക്കരിക്കുന്നത് എന്താ, നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. ദൈവത്തിന്റെ ന്യായാസനം മുമ്പാകെ നിൽക്കുന്ന ഒരു നാടുണ്ട്. അന്ന് നമ്മൾ ലജിച്ചു പോകരുത്. അന്നാണ് നമ്മളുടെ പ്രവൃത്തി അഗ്നിയിലൂടെ കടത്തി വിടുമ്പം മരവും പുല്ലും വൈക്കോലുമാണ്, അതോ പൊന്നും വെള്ളിയും വിലയേറിയ കല്ലുകളുമാണോ എന്ന് വെളിപ്പെടും എന്നൊക്കെ 1 കൊരിന്ത്യർ 3:12-15 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഇവൻ 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിലും സിമിലർ ആയിട്ടുള്ള ഒരു വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ എന്താ നമ്മൾ വായിക്കുന്നത്? 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. സോ നമ്മൾ ദൈവത്തിന്റെ ജഡ്ജ്മെന്റ് സീറ്റിന് മുമ്പാകെ നിൽക്കേണ്ടി വരും കർത്താവിന്റെ 2ാമത്തെ വരവെങ്കിൽ. അതിനുശേഷം സഹസ്രാബ്ദ വാഴ്ച. അപ്പൊ ഈ പറയുന്ന നമ്മളിപ്പം വായിച്ച നമ്മുടെ ന്യായത്തിന് മുമ്പാകെ നിൽക്കുന്ന പ്രതിഫലത്തിന്റെ ഏറ്റക്കുറച്ചിലിനായിട്ടാണെന്നുണ്ടെങ്കിൽ സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് ശേഷമുള്ള നിൽപ്പ് ശിക്ഷാവിധിക്കായിട്ട് ആർക്കാ കൂടുതൽ ശിക്ഷ കിട്ടുന്നത് എന്നുള്ള കാര്യം വെച്ചാൽ അവരെല്ലാം, വിശ്വാസികളെല്ലാം, ജീവന പുസ്തകത്തിൽ പേരില്ലാത്തവരെല്ലാം തീപ്പൊയ്കയിലോട്ട് പോകാനുള്ളവരാ. അതാ നമ്മളത് 11-ാമത്തെ വാക്യം, വെളിപാട് 20:11 നമ്മൾ തിരിച്ചു വരുക. ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിൽ ഒരുത്തനിരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി. ഇപ്പോൾ ഉള്ള ഭൂമി ആകാശവും ഒക്കെ മാറി. ഇനിയിപ്പം ന്യായവിധിക്ക് ശേഷം പുതിയൊരു ആകാശവും പുതിയ ഭൂമിയും, പുതിയ സ്വർഗവും പുതിയ ഭൂമിയും എന്ന നമ്മൾ വായിക്കുന്നത്. ഔറാനോസ് എന്ന് പറയുന്ന ആ ഒരു ഗ്രീക്ക് പദം ആകാശമെന്നും സ്വർഗമെന്നും ട്രാൻസ്ലേറ്റ് ചെയ്യും. അപ്പം പുതിയ സ്വർഗവും പുതിയ ഭൂമിയും ആയിരിക്കും സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് ശേഷം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഉള്ള ആ ഭൂമിയും ഇപ്പം കാണുന്ന നമ്മുടെ ഈ ഭൂമിയിലുള്ള എല്ലാം തീക്കിരയാകുന്നൊക്കെ നമ്മൾ 2 പത്രോസ് 3-ാം അധ്യായത്തിലെ വാക്യങ്ങളൊക്കെ ഈ അടുത്ത് നമ്മൾ വായിച്ചല്ലോ. അപ്പോ അതാ നമ്മളിവിടെ വായിക്കുന്നത്. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. പിന്നെ 12-ാമത്തെ വാക്യം, ഇപ്പൊ ആ 12-ാമത്തെ വാക്യം അന്തിമവിജയം പുസ്തകം, സാക്പൻ ബ്രദറിന്റെ അന്തിമവിജയം പുസ്തകത്തിലെ 20-ാം അധ്യായത്തിന്റെ
12ാമത്തെ വാക്യം. വാക്യം 12. മരിച്ചവർ ആവാലവൃത്തം സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്ക് അടുത്ത ന്യായവിധി ഉണ്ടായി. ശവക്കുഴികളിൽ നിന്ന് ഉയർത്തപ്പെട്ട ശേഷവും ഈ അവിശ്വാസികളെ മരിച്ചവർ എന്ന് തന്നെയാണ് പരാമർശിച്ചിരിക്കുന്നത്. ആത്മീയമായി ആയതിനാൽ അവരെ ഇപ്പോഴും യഥാർത്ഥമായി ജീവിക്കുന്നവരായി കണക്കാക്കുന്നില്ല. ശവക്കല്ലറകളിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടതിനാൽ അവർ ശാരീരികമായി ജീവനുള്ളവർ തന്നെ, എന്നാൽ അവർ ആത്മീയമായി മരിച്ചവരാണ്. മരിച്ചവർ സിംഹാസനത്തിന് മുൻപാകെ നിന്നു പുസ്തകങ്ങൾ തുറന്നു. ചുരുളുകൾ തുറന്നു എന്നാണ് മാർജിനിൽ വായിക്കുന്നത്. AD 96 നമുക്ക് ഇന്ന് ഉള്ളതുപോലെ കുത്തിക്കെട്ടിയ പുസ്തകങ്ങൾ ഉണ്ടായിരുന്നില്ല. അവർക്ക് ചുരുളുകളെ ഉണ്ടായിരുന്നുള്ളൂ. നീണ്ട തോൽ ചുരുളായി ആക്കി സൂക്ഷിക്കുന്നു. വായിക്കണമെങ്കിൽ ഈ ചുരുൾ മെല്ലെ നിവർക്കണം. ഇതിന് തുല്യമായി ഇന്ന് നമുക്ക് ഉള്ളത് ടേപ്പ് റെക്കോർഡറുകളിലും വീഡിയോ റെക്കോർഡറുകളിലും ഉപയോഗിക്കുന്ന ടേപ്പുകളാണ്. അതുകൊണ്ട് ഈ വാക്യത്തെ ഈ കാലഘട്ടത്തിനനുസരിച്ച് പരാവർത്തനം ചെയ്ത് ഇങ്ങനെ പറയാം: അനന്തരം ഈ ടേപ്പുകളിൽ എന്താണ് അനന്തരം വീഡിയോ ടേപ്പുകൾ കൊണ്ടുവന്നു. അവ പ്രവർത്തിപ്പിക്കുവാൻ തുടങ്ങി. ഈ ടേപ്പുകളിൽ എന്താണ്? ആദാം മുതൽ ജീവിച്ചിരുന്ന ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കിൽ ഇല്ലാതിരുന്ന സകല മനുഷ്യരുടെയും ജീവിതമാണ് അതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇവ ഓരോ മനുഷ്യന്റെയും ഓർമ്മയുടെ ടേപ്പിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ജീവിതത്തിൽ അവൻ ചെയ്ത ഓരോ പ്രവൃത്തിയും, പറഞ്ഞ ഓരോ വാക്കും, ഓരോ ചിന്തയും, അവന്റെ മനോഭാവങ്ങളും ഉദ്ദേശങ്ങളും എല്ലാം അവിടെ സൂക്ഷിച്ചിരിക്കുന്നു. ഓരോരുത്തർക്കും അവരവരുടെ ഓർമ്മയുടെ ടേപ്പുകളിലെ ഉള്ളടക്കം അനുസരിച്ചുള്ള ശിക്ഷാവിധി ഉണ്ടാകും. രക്ഷ കൃപയാലാണ്, എന്നാൽ ശിക്ഷയും പ്രതിഫലവും ഒരുവന്റെ പ്രവൃത്തിക്ക് അനുസരിച്ചായിരിക്കും. തീപ്പൊയ്കയിൽ തന്നെ ആളുകൾ വിവിധ തരത്തിലുള്ള ശിക്ഷകളാണ് ഉള്ളത്. എല്ലാവരെയും ഒരുപോലെ ശിക്ഷിച്ചാൽ ദൈവം നീതിമാനല്ലെന്നും വരും. ഓരോരുത്തൻ മുന്നോട്ട് വരുമ്പോൾ കർത്താവ് അവരുടെ ഓർമ്മയുടെ ടേപ്പുകൾ പരസ്യമായി പ്രദർശിപ്പിക്കും. മനുഷ്യന്റെ ഓർമ്മയുടെ ടേപ്പുകൾ കള്ളം പറയുകയില്ല. അവ കൃത്യമായി മനുഷ്യന്റെ കഴിഞ്ഞകാല ചെയ്തികൾ വെളിവാക്കും. തന്റെ തന്നെ ഓർമ്മയുടെ ചിത്രീകരണം ആകയാൽ ഒരുവനും അത് നിഷേധിക്കുവാൻ ആവില്ല. മാത്രമല്ല, സകല ലോകവും ഈ ടേപ്പുകൾ കാണുന്നത് കൊണ്ട് ദൈവം ഓരോരുത്തർക്കും നൽകുന്ന നിത്യശിക്ഷ തീർത്തും ശരിയാണെന്ന് എല്ലാവർക്കും സമ്മതിക്കേണ്ടി വരും. ആളുകളെ ശിക്ഷ വിധിക്കുന്നതിൽ ദൈവം തികച്ചും നീതിമാനായി പ്രവർത്തിച്ചു എന്ന് ഈ ന്യായവിധി തെളിയിക്കും. നീതി നടത്തിയാൽ മാത്രം പോരാ, അത് എല്ലാവരെയും ബോധ്യപ്പെടുത്തുകയും വേണം എന്ന് പറയാറുണ്ട്. ദൈവം തീർത്തും ന്യായം ആണ് പ്രവർത്തിച്ചതെന്ന് അന്ന് എല്ലാവരും കണ്ട് ബോധ്യപ്പെടും. മനുഷ്യൻ പറയുന്ന ഏത് നിസാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും എന്ന് യേശു പറഞ്ഞത് അന്ന് നിറവേറും. മത്തായി 12:36. അലക്ഷ്യമായി പറഞ്ഞ എല്ലാ വാക്കുകളും ക്ഷമിക്കപ്പെട്ടു എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? അങ്ങനെയല്ല. അവയെല്ലാം നിങ്ങളുടെ ഓർമ്മയുടെ ടേപ്പിൽ വാസ്തവമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നിങ്ങൾ കോപത്തോടെ കൈപ്പോടെ പറഞ്ഞ വാക്കുകൾ, ഏഷണിയുടെയും കുറ്റാരോപണത്തിന്റെയും വാക്കുകൾ,
ഇവയെല്ലാം ആ ടേപ്പിൽ കൃത്യമായി രേഖപ്പെടുത്തുകയാണ്. റോമർ 2:16 പറയുന്നത് ദൈവം മനുഷ്യരുടെ രഹസ്യങ്ങളെ ന്യായം വിധിക്കും എന്നാണ്. അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും. ക്രിസ്തുവിന്റെ നാമത്തിൽ പണം സമ്പാദിച്ച് തങ്ങളുടെ സാമ്പത്തിക സാമ്രാജ്യങ്ങൾ പടുത്തുയർത്തിയ ബാബിലോണിയ ക്രിസ്ത്യാനികളെ അന്ന് തുറന്നു കാട്ടും. ആർക്കും അന്ന് രക്ഷപ്പെടാനാവില്ല. തങ്ങളുടെ പ്രവൃത്തികൾക്ക് അനുസരിച്ച് മരിച്ചവരെ ന്യായം വിധിക്കും. നമ്മളിവിടെ വെളിപാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം നമ്മൾ വായിച്ചു. അതിന്റെ എക്സ്പ്ലനേഷൻ നമ്മൾ അതിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചു കേട്ടല്ലോ. വെളിപാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം എന്താ? മരിച്ചവർ മരിച്ചവർ എന്ന് നമ്മൾ വായിക്കുമ്പോൾ ഐ സോ ദ ഡെഡ്, അവരെ ഉയർപ്പിക്കപ്പെട്ടു, മരിച്ചവരായിരുന്നു എന്ന ഉയർത്തെഴുന്നേറ്റ ശരീരത്തിൽ അവരെ ന്യായാസനത്തിന് മുമ്പാകെ, ദൈവത്തിന്റെ ഈ വെള്ള സിംഹാസനത്തിന് മുമ്പാകെ അവര് നിൽക്കുന്നേ. പക്ഷെ എങ്കിലും ദൈവാത്മാവ് എന്താ അവരെ കുറിച്ച് പറഞ്ഞത്? മരിച്ചവരാ, അവരെ ആത്മീയമായിട്ട് മരിച്ച അവസ്ഥയിലാ ഉള്ളത്. ഐ സോ ദ ഡെഡ്. ആ ഒരു കാര്യം ദൈവത്തിന്റെ ദൈവാത്മാവ് എഴുതിയ ഓരോ വാക്കുകൾ എത്ര കൃത്യമാണെന്നുള്ള കാര്യം. മരിച്ചവർ, ആബാലവൃദ്ധം ഫ്രം ദ ഐ സോ ദ ഡെഡ്, ദ ഗ്രേറ്റ് ആൻഡ് ദ സ്മോൾ. വലിയ വലിയ ലോക നേതാക്കളും വലിയ കോടീശ്വരന്മാരും വലിയ പദവികളിലിരിക്കുന്ന ആൾക്കാരും ഒക്കെ, വലിയ ആൾക്കാരൊക്കെ. പിന്നെ ആൻഡ് ദ സ്മോൾ, അത് സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടോ വേറെ ഏത് നിലയിലോ ചെറിയവരാണെങ്കിലാവട്ടെ, ഒന്നിനും വ്യത്യാസമില്ലാതെ ക്രിസ്തുവിന്റെ ജീവനില്ലാത്തവരെല്ലാം മരിച്ചവരാണ്. ആ മരിച്ചവരെല്ലാം ആബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പാകെ നിൽക്കുന്നു. ഈ വലിയൊരു വെള്ള സിംഹാസനത്തിന് മുമ്പാകെ, ഗ്രേറ്റ് വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഗ്രേറ്റ് വലിയ ഒരു വെള്ള സിംഹാസനം. പുസ്തകങ്ങൾ തുറന്നു. ആ പുസ്തകങ്ങൾ എന്നുള്ള വാക്ക് ബിബ്ലിയോൺ എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് പദമാണ്. ബിബ്ലിയോൺ എന്നുള്ള പദത്തിന് സ്ക്രോൾ അല്ലെങ്കിൽ സ്മോൾ ബുക്ക്, ചുരുൾ, പുസ്തക ചുരുൾ എന്നൊക്കെ. ബിബ്ലിയോസ് എന്നുള്ള ഗ്രീക്ക് പദത്തിന് പാപ്പറസ്, സ്ക്രോൾ എന്നൊക്കെ അർത്ഥമുള്ള ഒരു വാക്കാണ്. ബുക്കെന്നും ട്രാൻസ്ലേറ്റ് ചെയ്യാം നമ്മുടെ ഇന്നത്തെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ. അപ്പൊ അന്ന് 1-ാം നൂറ്റാണ്ടില് ഈ ഇത് യോഹന്നാൻ അപ്പോസ്തലൻ എഴുതുമ്പം അന്ന് ഇതുപോലത്തെ പ്രിന്റഡ് ബുക്സ്, ഇതുപോലെ മറിച്ച് നോക്കുന്ന പ്രിന്റഡ് ബുക്സ് ഒന്നും ഇല്ല. അന്ന് എല്ലാം ചുരുളുകളായിരുന്നു. അപ്പൊ അതിന് പറയുന്ന ആ ഒരു പേരാണ്. ഇന്നത്തെ ആ ഒരു ഗ്രീക്ക് ഭാഷയിൽ അതിന്റെ ബുക്ക് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാമെങ്കിൽ പോലും അതിന്റെ പാപ്പറസ്, സ്ക്രോൾ എന്നൊക്കെയാണ് ആ ഗ്രീക്കിലെ ബിബ്ലിയോൺ എന്നുള്ള വാക്കിന്റെ അർത്ഥം. ബിബ്ലിയ, ദ ബുക്സ് എന്ന് ഗ്രീക്കിൽ പറയും. ബിബ്ലിയ എന്നുള്ള വാക്ക് ലാറ്റിനിലും ഉണ്ട്. അങ്ങനെ പിന്നെ ഇംഗ്ലീഷിൽ വന്നപ്പോൾ അതിൽ നിന്നാണ് ബൈബിൾ എന്നുള്ള വാക്ക് വരുന്നത്. ആ ബൈബിൾ എന്നുള്ള വാക്കാണ് നമ്മുടെ വേദപുസ്തകത്തിനെ, ക്രിസ്തീയ വേദപുസ്തകത്തിനെ ബൈബിൾ എന്നുള്ള പദമാണല്ലോ നമ്മൾ റെഫർ ചെയ്യുന്നത്. ആ ബൈബിൾ എന്നുള്ള വാക്കിന്റെ ആ ഒരു മൂലപദമാണ് ബിബ്ലിയോൺ, ബിബ്ലിയ എന്നുള്ള പദം. ബിബ്ലോസ്, ബിബ്ലിയോൺ എന്നുള്ള പദമുണ്ട്. ബിബ്ലോസ് എന്നുള്ള പദമാണ് ഈ ബിബ്ലിയോൺ എന്നുള്ള പദത്തിന് ബുക്ക് എന്നുള്ളൊരു അർത്ഥം. അതിന്റെ മൂലപദമായിട്ടുള്ള ബിബ്ലിയോസ് എന്നുള്ള പദത്തിനാണ് പാപ്പറസ്, സ്ക്രോൾ എന്നൊക്കെയുള്ള ഈ പാപ്പറസ് അതിനകത്താണ് പാപ്പറസ് ചുരുളുകളിലൊക്കെയാണ് അന്ന് എഴുതുന്നത്. നമ്മുടെ പേപ്പറിന് പകരം അന്ന് പാപ്പറസ് ആയിരുന്നു യൂസ് ചെയ്തതെന്നുള്ള കാര്യമൊക്കെ സ്കൂൾ തലത്തിൽ തന്നെ ഹിസ്റ്ററിയിലൊക്കെ കുഞ്ഞുങ്ങളെ തന്നെ പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ബിബ്ലിയോൺ എന്നുള്ള വാക്കാണ് ബുക്ക് എന്നും സ്ക്രോൾ എന്നൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അതിന്റെ മൂലപദമായിട്ട് ബിബ്ലിയോസ് എന്നുള്ള പദം ആണ് ഗ്രീക്കിലെ പാപ്പറസ്, സ്ക്രോൾ എന്നൊക്കെ അർത്ഥമുള്ള ആ ഒരു ബുക്ക്. അപ്പൊ ആ ചുരുളുകള്, ദ ബുക്സ് വെയർ ഓപ്പൺഡ് എന്ന് പറയുമ്പോൾ ആ പുസ്തക ചുരുളുകൾ ഓപ്പൺ ചെയ്തു. ഇപ്പൊ നമ്മുടെ അന്തിമവിജയം പുസ്തകത്തിലെ ദേവസാക്ബറിന് കൊടുത്ത ആ ഒരു ജ്ഞാനത്തിനനുസരിച്ച് വേറെ ആ കാര്യങ്ങൾ അത് ഏറ്റവും സിമ്പിളായിട്ട് പറയുന്നത് നമ്മൾ വായിച്ചു. ചുരുളുകൾ എന്ന് പറയുമ്പം ഇന്നത്തെ ശരിക്കും പറഞ്ഞാൽ ഇന്നിപ്പോ CD-യും കഴിഞ്ഞ് അതുമെല്ലാം കഴിഞ്ഞ് എല്ലാം ഔട്ട്ഡേറ്റഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. ഇന്ന് വീഡിയോ ടേപ്പ് ഒക്കെ നമ്മള് വെറുതെ 1984 ഈ പുസ്തകം, ഈ പ്രസംഗങ്ങള് ബാംഗ്ലൂര് വേറെ ഈ ബൈബിൾ സ്റ്റഡി എടുക്കുകയും പിന്നീട് അതാണ് പുസ്തക രൂപത്തിൽ 1984 ശേഷമാണ് വന്നത്. അപ്പൊ ആ കാലയളവിലൊക്കെ നമ്മുടെ ആ 90-കളിലൊക്കെയും വീഡിയോ ടേപ്പുകൾ
നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ ചുരുളായിട്ട് ഈ വീഡിയോ ടേപ്പിന്റെ ആ സ്ക്രോൾ ഇതുപോലെ ചുരുളായിട്ടിരിക്കുന്നത്. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിന് ഈ വീഡിയോ ടേപ്പിൽ നമ്മുടെ ഒരു ഓർമ്മയുടെ വീഡിയോ ടേപ്പ് എന്ന് പറയും. നമ്മുടെ ട്രാക്റ്റും സംഗ്രഹം എഴുതിയ ഒരു ട്രാക്റ്റ് ഒക്കെ നമ്മളെല്ലാവരും വായിച്ചിട്ടുണ്ടായിരിക്കും. വീഡിയോ ടേപ്പ് ഓഫ് എ മെമ്മറി. അത് ഈ ഒരു പോർഷനിൽ നിന്നുള്ള ആ ഒരു ഉൾക്കാഴ്ചയിൽ നിന്ന് നമ്മൾ എഴുതിയിട്ടുള്ളത്. ചിലത് ദൈവവചനത്തിൽ അതാ പറയുന്നത്, ആ ഒരു ചുരുളുകൾ തുറക്കപ്പെടും. ന്യായവിധി നടക്കുമ്പം ചുരുളുകൾ തുറക്കപ്പെടും എന്നുള്ളൊരു കാര്യം നമ്മളിവിടെ വായിക്കുന്നത്. അതായത് ചുരുളുകൾ എന്ന് പറയുമ്പോൾ എന്താ, ഇത്രയും വലിയ ചുരുളുകൾ എന്തോ, ഇതിനകത്ത് ചുരുളുകളിനകത്ത് എന്തോ ഉള്ളേ. അത് ദൈവം എല്ലാവരെയും വളരെ ന്യായത്തോടെ വെള്ള സിംഹാസനത്തിലിരുന്ന് വിധിക്കുമല്ലോ. അത് കറുപ്പ് പെയിന്റ് അടിച്ച് കറുപ്പ് സിംഹാസനത്തിലിരുന്ന് എന്താ എല്ലാവരും കൂടെ നിങ്ങൾ കർത്താവിലല്ലോ എല്ലാവരും കൂടെ അങ്ങോട്ട് പോയിക്കോ എന്ന് പറഞ്ഞ് കാടടിച്ച് വെടിവെക്കുമല്ലോ. മറിച്ച് ആ നീതി ഏറ്റവും അതാ നമ്മളിപ്പം വായിച്ച് ജസ്റ്റിസ് എന്താ, ജസ്റ്റിസ് മസ്റ്റ് നോട്ട് ഓൺലി ബി ഡൺ ബട്ട് ഓൾസോ ബി സീൻ ടു ബി ഡൺ. ന്യായം, നീതി നടത്തിയാൽ മാത്രം പോരാ, അത് എല്ലാവരെയും ബോധ്യപ്പെടുത്തുകയും വേണം. ആ നീതി നടത്തപ്പെടുന്നതായിട്ട് എല്ലാവർക്കും ഒരു ബോധ്യം ഉണ്ടാവുകയും വേണം. നരകത്തിൽ പോകുന്നവർക്ക് ഞങ്ങൾക്ക് നരകത്തിന് മാത്രമേ യോഗ്യതയുള്ളൂ എന്നുള്ള കാര്യം അവർക്ക് തന്നെ ബോധ്യം വരത്തക്ക രീതിയിൽ കാര്യങ്ങൾ ഇന്ന് വളരെ പകൽമാന്യന്മാരായിട്ട് വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്നവരെന്ന അവരുടെ അന്തരംഗ ജീവിതത്തിലും അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിലും പ്രവൃത്തികളിലും വാക്കുകളിലും ഒക്കെ എന്തെല്ലാം ഉണ്ടായിരുന്നു, ക്രിസ്തുവിന് ചേരാത്തതായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യവും, മതത്തിന് ഒരു പരിവേഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ ക്രിസ്തു ഇല്ലാത്ത ജീവിതങ്ങൾ, യഥാർത്ഥത്തിലുള്ള ഒരു വീണ്ടും ജന്മമില്ലാത്ത ജീവിതങ്ങൾ, അങ്ങനെയൊക്കെയുള്ള അതിൻ്റെ ആ പരിവേഷങ്ങളെല്ലാം അതെല്ലാം വീണടിയും. ആ പുസ്തക ചുരുളിലെ മനുഷ്യന്റെ ആറ്റിറ്റ്യൂഡ്സ്, മോട്ടീവ്സ് എന്ന് പറയുന്നത്, അവന്റെ മനോഭാവങ്ങള് നമ്മളുടെ ഓർമ്മയിൽ എല്ലാം ഉണ്ട്. നമ്മുടെ ഓർമ്മയിൽ ചിലപ്പോൾ നമുക്ക് തന്നെ പല കാര്യങ്ങളും ഓർമ്മയില്ലാതെ വന്നേക്കാം. പക്ഷെ എന്നാൽ നമ്മുടെ ഓർമ്മയിൽ അതെല്ലാം സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ദൈവം ആ സ്റ്റോറേജ് ഡിസ്ക് എടുത്ത് അന്ന് റീപ്ലേ ചെയ്യും എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്ന് വെച്ചാൽ ഇന്ന് ഇതിപ്പം വിശ്വാസികളുടെ ന്യായവിധിയെക്കുറിച്ചല്ല പറയുന്നത്. എന്നാൽ നമ്മളും ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുമ്പോൾ നമ്മളുടെ പ്രൈവറ്റ് ലൈഫും നമ്മളുടെ ഹിഡൻ മോട്ടീവ്സും എല്ലാം റിവീൽഡ് ആകുമെന്ന് എവിടെ നമ്മൾ വായിക്കുന്നേ? 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന് 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അത് തിങ്സ് ഹിഡൻ ഇൻ ഡാർക്ക്നെസ് വിൽ കം ടു ലൈറ്റ് നമ്മളവിടെ വായിക്കുന്നത്. 1 കൊരിന്ത്യർ 4-ന്റെ 5-ാമത്തെ വാക്യം. അപ്പൊ നമ്മൾ വരിക ഇത് അവിശ്വാസികളുടെ ന്യായവിധിയല്ല. നമ്മൾ ക്രിസ്തുവില് എല്ലാം രക്ഷിക്കപ്പെട്ടു, അതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എങ്കിലും നമുക്ക് ശിക്ഷാവിധിയില്ല. ക്രിസ്തുവിലുള്ളവർക്ക് ശിക്ഷാവിധിയില്ല. നമ്മൾ വിശ്വാസത്തിന്റെ അവസാനം വരെയും നിലനിൽക്കുന്നവരാണെങ്കിൽ ശിക്ഷാവിധിയില്ല. വീണ്ടും ജനിച്ചു എന്ന് മാത്രമല്ല, ആ വിശ്വാസത്തിൽ അവസാനം വരെ നിലനിൽക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ശിക്ഷാവിധിയില്ല. റോമർ 8:1 there is no condemnation, there is no judgment for those who are in Christ Jesus. കർത്താവിലുള്ളവർക്ക് ശിക്ഷാവിധിയില്ല. എന്നാൽ നമുക്ക് ദൈവമുമ്പാകെ ഒന്ന് കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. നമ്മളിവിടെ 1 കൊരിന്ത്യർ 4-ന്റെ 5 എന്താ വായിക്കുന്നത്? ആകയാൽ കർത്താവ് വരുവോളം സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുത്, നമ്മളായിട്ടൊന്നും വിധിക്കേണ്ട. അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി. ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൈവറ്റ് ലൈഫ്, അതായത് വേറെ ആരും ഇല്ലാതിരിക്കുന്ന സമയത്ത് നമ്മളുടെ ജീവിതത്തിലുള്ള കാര്യങ്ങൾ. ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് നമ്മളുടെ പേഴ്സണൽ പ്രൈവറ്റ് ലൈഫ്, വേറെ ആർക്കും അറിഞ്ഞുകൂടാത്ത നമ്മളുടെ പേഴ്സണൽ പ്രൈവറ്റ് ലൈഫ്. പിന്നെ ഹൃദയങ്ങളുടെ ആലോചനകൾ. നമ്മുടെ പേഴ്സണൽ പ്രൈവറ്റ് ലൈഫ് ഒരുപക്ഷെ ഒരു പരിധിവരെ നമ്മുടെ വീട്ടിലുള്ളവർക്ക് കുറച്ചൊക്കെ അറിയായിരിക്കും. പിന്നെ നമ്മുടെ സഭയിലുള്ളവർക്കോ അല്ലെങ്കിൽ കൂടെ ഉള്ളവർക്കോ സഹപ്രവർത്തകർക്കോ ഒന്നും അതിനെക്കുറിച്ച് വലിയ ക്ലൂ ഒന്നും കാണത്തില്ലെന്ന്. നമ്മൾ പരസ്യമായിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. ആ പരസ്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു ആലോചനയുണ്ട്. അപ്പം നമ്മളുടെ പ്രൈവറ്റ് ലൈഫ് അവിടെ വെളിവാകും, നമ്മളുടെ വ്യക്തിപരമായ ജീവിതം. പിന്നെ നമ്മളുടെ പബ്ലിക് ലൈഫിൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ, നമ്മൾ പരസ്യ ജീവിതത്തിൽ നമ്മൾ ചെയ്ത കാര്യങ്ങളല്ല വെളിവാകുന്നത്, അത് എന്തുകൊണ്ട് ചെയ്തു, എന്തിനു വേണ്ടി ചെയ്തു എന്നുള്ള കാര്യം അവിടെ വെളിവാകുന്നത്. പബ്ലിക് ലൈഫിൽ ചെയ്ത കാര്യം എല്ലാവരും കണ്ടു, പക്ഷെ എന്തിനാ അത് ചെയ്തേ? ഹൃദയങ്ങളുടെ ആലോചനകൾ, ദ മോട്ടീവ്സ് ഓഫ് മെൻസ് ഹാർട്ട് എന്നുള്ളൊരു കാര്യം. അപ്പം ഫൈനൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 ക്വസ്റ്റ്യൻസേ ഉള്ളൂ എന്ന സാഗ്ലറിൽ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അതാ 1 കൊരിന്ത്യർ 4-ന്റെ 5-ാമത്തെ വാക്യം. എന്തൊക്കെയേ ഉള്ളൂ? നമ്മളുടെ പേഴ്സണൽ പ്രൈവറ്റ് ലൈഫ്, നമ്മുടെ പേഴ്സണൽ വാക്ക് വിത്ത് ദ ലോർഡ്. പിന്നെ നമ്മളുടെ പബ്ലിക് ലൈഫിൽ നമ്മൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടി ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യിപ്പിക്കാനൊക്കെ നോക്കാം. പക്ഷേ എന്തിനാ അത് ചെയ്തേ? മനുഷ്യമഹത്വത്തിനായിട്ട്, മനുഷ്യമാനം തേടാനായിട്ടാണോ? നമ്മളെ തന്നെ ഉയർത്താനായിട്ടാണോ? കർത്താവിന്റെ നാമമഹത്വത്തിനായിട്ടാണോ നമ്മൾ ചെയ്തത്? അത് ഹൃദയങ്ങളുടെ ആലോചനകൾ വെളിപ്പെടുത്തുക. അന്ന് ഓരോരുത്തരും ദൈവത്തിൽ നിന്ന് പുകഴ്ച ലഭിക്കുന്ന കർത്താവിൻ്റെ വരവിൻ നാളിൽ നമ്മൾ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരുമ്പോൾ എല്ലാ ദൈവത്തിൽ നിന്നുള്ള പുകഴ്ചയോ
അല്ലെങ്കിൽ പുകഴ്ചയില്ലായ്മയും ഒക്കെ ലഭിക്കും, അവിടെ വെളിപ്പെടും. അതിനുശേഷം സഹസ്രാബ്ദ വാഴ്ച, അതിനുശേഷമാണ് നമ്മൾ പറഞ്ഞ ന്യായവിധി. അപ്പം ഇവിടെ പുസ്തക ചുരുളുകൾ യുനോ ഓപ്പൺഡായി തുറക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ മുമ്പാകെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുമ്പോൾ എന്താ നമ്മളുടെ ജീവിതം എല്ലാം നമ്മളുടെ ക്രിസ്തുവാകുന്ന അടിസ്ഥാനത്തിൽ ഇതിന്റെ തൊട്ട് മുമ്പുള്ള അധ്യായത്തിൽ 1 Corinthians 4 ഇപ്പൊ നമ്മൾ വായിച്ചതിന് തൊട്ട് മുമ്പ് 1 Corinthians 3 11 വാക്യത്തില് ക്രിസ്തുവാകുന്ന അടിസ്ഥാനം എന്ന് നമ്മളിവിടെ വായിക്കുന്നത്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിന് യേശുവാണ് അടിസ്ഥാനം. സഭയ്ക്ക് അടിസ്ഥാനം അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും. സഭയുടെ മൂലക്കല്ലാണ് ക്രിസ്തു. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും അടിസ്ഥാനം എന്ന് Ephesians 2 നമ്മൾ വായിക്കുന്നതെന്ന്. വ്യക്തിപരമായ ഒരു വ്യക്തിയുടെ ക്രിസ്തീയ ജീവിതത്തിൽ അവന്റെ അടിസ്ഥാനം ക്രിസ്തുവാണ്. സഭയുടെ മൂലക്കല്ല് ക്രിസ്തുവും അടിസ്ഥാനം അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും Ephesians 2. ഇവിടെ 1 Corinthians 3:11 നമ്മുടെ വ്യക്തി ജീവിതത്തിൽ യേശുക്രിസ്തുവാണ് നമ്മുടെ അടിസ്ഥാനം. നമ്മളെ രക്ഷിക്കപ്പെട്ടപ്പോൾ അടിസ്ഥാനം പരിശുദ്ധാത്മാവ് ഇട്ടു, പരിശുദ്ധാത്മാവ് ഇടപെട്ടു. സ്വർഗീയ പിതാവ് നമ്മളുടെ ഒരു അടിസ്ഥാനം ക്രിസ്തുവാകുന്ന അടിസ്ഥാനം ഇട്ടു. എന്നാൽ അതിന്റെ മേലെ നമ്മൾ എങ്ങനെ പണിയുന്നു എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇതേ കാര്യങ്ങൾ തന്നെ, നമ്മുടെ ആറ്റിറ്റ്യൂഡ്സ്, നമ്മുടെ മനോഭാവങ്ങൾ, നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ, മോട്ടീവ്സ്, പിന്നെ നമ്മളുടെ ചിന്തകള്, നമ്മളെ വാക്കുകൾ, നമ്മളെ പ്രവർത്തികൾ, ആറ്റിറ്റ്യൂഡ്സ്, മോട്ടീവ്സ്, പിന്നെന്താ നമ്മളുടെ തോട്ട്സ്, വേർഡ്സ്, ഡീഡ്സ്. അപ്പൊ അതിനിടയിൽ തന്നെ വരുന്നത് ആറ്റിറ്റ്യൂഡ്സ്, മോട്ടീവ്സ്, ഡിസിഷൻസ്, ഡിസയേഴ്സ്, ഇമോഷൻസ്, തോട്ട്സ്, വേർഡ്സ്, നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, നമ്മുടെ ഡീഡ്സ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാം അതിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പം ക്രിസ്തുവിന് ചേരാത്തതായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊരു മാനസാന്തരം ഇല്ലാതെ നമ്മൾ അനുദപിക്കാതെ ഇരിക്കുന്നവരാണെങ്കിൽ അവസാനം നമ്മുടെ വിശ്വാസം നിലനിൽക്കുകയും ചെയ്യുന്നു. അന്ന് അവസാനം ന്യായത്തിന് മുമ്പാകെ നമ്മൾ നിൽക്കുമ്പോൾ ഇതെല്ലാം മരവും പുല്ലും വൈക്കോലുമായിട്ട് അതായത് മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലൂടെ മനുഷ്യനിലേക്ക്, അതാ മരവും പുല്ലും വൈക്കോലും, ആ കാര്യങ്ങളെല്ലാം അന്ന് വെളിപ്പെട്ട എല്ലാം കൂടെ കത്തിരിഞ്ഞു പോകും. പിന്നെ ദൈവത്തിൽ നിന്നുള്ളത്, ദൈവത്തിലൂടെ ഉള്ളത് ദൈവത്തിങ്കിലേക്കുള്ളത് മാത്രമേ പൊന്നും വെള്ളിയും വിലയേറെ കല്ലുകളുമായിട്ട് അവിടെ നിലനിൽക്കത്തുള്ളൂ. ഞാൻ പറയുന്ന കാര്യങ്ങളല്ല, എൻ്റെ തൊട്ട് താഴെ 1 Corinthians 3:12-13 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്ന ആ ഓരോരുത്തരുടെയും പ്രവൃത്തിയുടെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യും, ക്വാണ്ടിറ്റി ടെസ്റ്റ് ചെയ്യുന്നില്ല. 13 വാക്യത്തിൽ ഓരോരുത്തരുടെ പ്രവൃത്തി ഇന്നവിധം എന്ന് തീ ശോധന ചെയ്യും. പ്രവൃത്തി ഇന്നവിധം എന്ന് ഇംഗ്ലീഷിൽ അത് ക്വാളിറ്റി ഓഫ് ഈച്ച് മാൻസ് വർക്ക്. അപ്പം ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കും എങ്കിലും അവന് പ്രതിഫലം ലഭിക്കും. അതാ നമ്മൾ സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് തൊട്ട് മുമ്പേ നമ്മളിപ്പം വെളിപ്പാട് 11 അധ്യായത്തിൽ അതിന് 17-18 വാക്യങ്ങൾ അന്ത്യകാഹളത്തെങ്കിൽ കർത്താവിൻ്റെ രാജ്യത്വം തുടങ്ങുമ്പോൾ ഉള്ള കാര്യമായിപ്പം നമ്മൾ വായിക്കുന്ന പ്രതിഫലം കിട്ടും. ഓരോരുത്തരുടെ പ്രവൃത്തി വെന്തു പോയെങ്കിൽ അവന് ഛേദം വരും, താനും രക്ഷിക്കപ്പെടും. അപ്പോൾ ഒരാളെ സംബന്ധിച്ചോളം അവൻ്റെ പ്രവൃത്തി എല്ലാം അങ്ങ് വെന്തുപോയി, മരവും പുല്ലും വൈക്കോലുമായിരുന്നു. അപ്പോൾ മനുഷ്യമുപാകെയുള്ള ജീവിതമായിരുന്നു. എന്നാൽ അവസാനം വരെ എങ്ങനെയോ രക്ഷയിൽ അങ്ങ് നിലനിന്നു. വിശ്വാസത്തിൽ നിന്ന് വീണു പോകുന്ന അനേകർ, രക്ഷയിൽ നിന്ന് വീണു പോകുന്ന അനേകരുണ്ട്. വിശ്വാസ ത്യാഗം സംഭവിക്കും അന്ത്യകാലത്ത് എന്നൊക്കെ നമ്മൾ 2 Thessalonians 2 അധ്യായത്തിന്റെ 4 വാക്യത്തിൽ വായിക്കുന്നുണ്ട്. ഇവനെങ്ങനെയോ അവസാനം വരെ പിടിച്ചു നിന്നു. ഈ 1 Corinthians 3:15 ഒരുത്തിന്റെ, പക്ഷേ പുള്ളിയുടെ പ്രവൃത്തി എല്ലാം കൂടെ വെന്തുപോയി. നോക്കിയപ്പം താനോ പുള്ളി മാത്രം രക്ഷയിൽ അങ്ങ് നിലനിന്നു അവസാനം വരെ. ഭാഗ്യം, എന്തോ കയ്യാലപ്പുറത്തെ തേങ്ങ മാതിരി, ബാക്കിയെല്ലാം വെന്തുപോയി. എന്നാൽ തീ കൂടെ എന്ന പോലെ അത്രേ. അപ്പൊ തീ കൂടെ എന്ന പോലെ കഷ്ടിച്ച് പാസ്സായി സ്വർഗത്തില്. അങ്ങനെ ഒരാളും ഉണ്ടായിരിക്കും എന്ന് വെച്ചാൽ അങ്ങനെ അനേകരുണ്ടാവും. പക്ഷെ അവർക്ക് ദൈവമുമ്പാകെ നിൽക്കുമ്പം വല്ലാത്തൊരു ലജ്ജയായിരിക്കും അവർക്ക്. അയ്യോ, അവരുടെ ആ ഒരു ഭൂമിയിലെ ജീവിതം കർത്താവിന് രക്ഷിക്കപ്പെട്ടിട്ടും കർത്താവിന് വേണ്ടി വേണ്ടവണ്ണം ജീവിക്കാൻ സാധിച്ചില്ലല്ലോ എന്നുള്ളൊരു നിരാശാബോധവും ഒക്കെ ആയിരിക്കും. വില്യം ബൂത്ത് അതുപോലുള്ളൊരു സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്ന കാര്യമൊക്കെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇനിയും പറയുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും. എന്നാ ആ ജീവിതം കർത്താവിനായിട്ട് ജീവിച്ചവര് അതെ 30 മേനി കായ്ച്ചവരുണ്ട്, 60 മേനി കായ്ച്ചവരുണ്ട്, 100 മേനി കായ്ച്ചവരുണ്ട്. 30 മേനി കായ്ച്ചവരുടെ ജീവിതത്തില് 30 മേനി പൊന്നും വെള്ളിയൊക്കെ ഉണ്ട്, കഷ്ടിച്ച് പാസ്സായി. ബാക്കി 70% അവര് അവരുടെ ജീവിതത്തിൽ മരവും പുല്ലും വൈക്കോലും ഒക്കെ ആയിരുന്നു. 60 മേനി കാഴ്ചവരുടെ കാര്യം പറയുകയാണെങ്കിൽ 60 മേനി പൊന്നും വെള്ളിയും വലിയേറെ കലികളും ഒക്കെ ഉണ്ട്, ദൈവത്താലുള്ള കാര്യങ്ങളുണ്ട്. എന്നാൽ അവരുടെ ജീവിതത്തിൽ 40% ബാക്കി ഉള്ള 40% മരവും പുല്ലും വൈക്കോലും ഒക്കെ ആയിരുന്നു. എന്നാൽ 100 മേനി കാഴ്ചവരുടെ ജീവിതത്തിൽ അവർ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് അവരുടെ ജീവിതത്തിൽ ഒരു വീഴ്ച ഉണ്ടായില്ല എന്നുള്ളതല്ല. എന്നാൽ അവര് തങ്ങളെ തന്നെ ദൈവമുമ്പാകെ എപ്പോഴും വിധിച്ചുകൊണ്ടേയിരുന്നു. തന്നെത്താൻ വിധിക്കുന്നവൻ വിധിക്കപ്പെടുകയില്ല എന്ന് നമ്മൾ എവിടെ വായിക്കുന്നത്? 1 Corinthians, ഇതേ 1 Corinthians 11 അധ്യായത്തിന്റെ 31 വാക്യമാണ് നമ്മൾ സാക്ബറിനെ പലപ്പോഴും എപ്പോഴും കേട്ടിട്ടുള്ള വാക്യമാണ്. എന്താ? നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. ശരിക്കും പറഞ്ഞാൽ അവിടെ കുറച്ചുകൂടെ കറക്റ്റായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മെ തന്നെ ശരിയാവണ്ണം വിധിച്ചാൽ എന്ന് വേണം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ. എന്ന് വെച്ചാൽ
നമ്മെ തന്നെ ഡയക്രിനോ ചെയ്ത ക്രിനോ ആവപ്പെടത്തില്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞെന്ന് മനസ്സിലായോ? ഡയക്രിനോ എന്ന് പറയും മലയാളത്തില് വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ലെന്നാ. അപ്പം എന്നാൽ NASBയിൽ അത് ലിറ്ററൽ ട്രാൻസ്ലേഷനിൽ ഇഫ് യു ജഡ്ജ് അവർസെൽവ്സ് റൈറ്റ്ലി, ശരിയാവണ്ണം, ആ ശരിയാവണ്ണം എന്ന് ആഡ് ചെയ്യാൻ കാരണം ഗ്രീക്കില് ഡയ ത്രൂ എന്ന ഒക്കെ അർത്ഥം വരുന്ന ഒരു വാക്കും കൂടെ ക്രിനോ എന്നുള്ള വാക്ക് വിധിക്കുക എന്നുള്ള ഗ്രീക്ക് വാക്ക്. അപ്പൊ ഡയാക്രിനോ എന്ന് അവിടെ പറയാം. ഡയാക്രിനോ ചെയ്ത, അതായത് വെറുതെ അങ്ങ് വിധിക്കില്ല, ശരിയാവണ്ണം വിധിക്കുന്ന. ശരിയാവണ്ണം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിന്റെ വെളിച്ചത്തിന് മുമ്പാകെ, കർത്താവിന്റെ വെളിച്ചത്തിന് മുമ്പാകെ അവിടുത്തെ വെളിച്ചത്തിൽ ഞാൻ വെളിച്ചം കാണുന്നു 36-ാം സങ്കീർത്തനത്തിന്റെ 9-ാമത്തെ വാക്യം നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. യേശുവിന്റെ വെളിച്ചത്തിന് മുമ്പാകെ ഓരോ ദിവസവും കൂടെ നമ്മൾ നിൽക്കുകയും ഓരോ ദിവസവും തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും ആ ദിവസത്തിന്റെ പല നാഴികകളിലും ഒക്കെ കർത്താവിനോടൊപ്പം വന്നു ചേർന്ന കർത്താവ്, എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും കർത്താവ് അങ്ങേ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എനിക്കത് ചൂണ്ടിക്കാണിച്ചു തരണമേ. പോയിന്റ് ഔട്ട് എനിത്തിങ് ഇൻ മീ ദാറ്റ് മേക്സ് യു സാഡ് ഓ ലോർഡ് എന്ന് 139-ാം സങ്കീർത്തനത്തിന്റെ 24-ാമത്തെ വാക്യം ലിവിംഗ് ബൈബിളിലെ പാരഫ്രൈസ്. വ്യസനത്തിലുള്ള മാർഗ്ഗം എന്നിലുണ്ടെങ്കിൽ കാണിച്ചു തരണമെന്ന് നമ്മൾ പറയുന്ന ആ വാക്യമാണ്. കർത്താവ് അങ്ങേ വ്യസനിപ്പിക്കുന്ന, അങ്ങേ വേദനിപ്പിക്കുന്ന എന്നിലുണ്ടെങ്കിൽ ഏതെങ്കിലും ഉദ്ദേശങ്ങളിന്, ചിലരോടുള്ള ചില മനോഭാവങ്ങള്, ചിലരോടുള്ള ചില കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നതിൽ എൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ, മോട്ടീവ്സ്, കർത്താവ് ഞാൻ എൻ്റെ മഹത്വത്തിനായിട്ട് അത് ചെയ്ത് എന്നെ ഉയർത്താനായിട്ട്, എൻ്റെ ഇറിറ്റേഷൻ തീർക്കാനായിട്ട്, എൻ്റെ എരിച്ചിൽ, എൻ്റെ ദേഷ്യം തീർക്കാനായിട്ട് ഞാൻ അങ്ങനെ ഒരു വാക്ക് അവിടെ പറഞ്ഞേ, അല്ലെങ്കിൽ അയാൾ ഇരുത്താൻ വേണ്ടി ഞാനത് പറഞ്ഞത്. അപ്പൊ നമ്മുടെ ചില മോട്ടീവ്സ്, പിന്നെന്താ നമ്മുടെ ചിന്തകൾ, നമ്മൾ എന്താ കാര്യങ്ങൾ ചിന്തിക്കുന്നു എന്നുള്ള കാര്യങ്ങളിൽ ശരിയാണ്. നമ്മൾ നമ്മുടെ ജോലിയോട് സംബന്ധിച്ചും വീട്ടിലെ കാര്യങ്ങളെ സംബന്ധിച്ചും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയും പ്ലാൻ ചെയ്യുകയും ചെയ്യണം. പക്ഷെ അത് പരിശുദ്ധാത്മാവിന്റെ ഒരു ജീവനും സമാധാനമുള്ള ചിന്തകളാണോ, അതോ ഭയങ്കര ദേഷ്യവും അസ്വസ്ഥതയും ആകുല ചിന്തകളും വെപ്രാളവും ടെൻഷനും പരാതിയും പെറുവെറുപ്പും ഒക്കെ ഉള്ള ചിന്തകളാണോ? ചിന്തകൾ, പിന്നെ വാക്കുകൾ, യേശു സംസാരിച്ചതുപോലെ ഇവൻ സംസാരിക്കുന്ന പോലെ ഒരു നാളും ആരും സംസാരിച്ചിട്ടില്ലെന്ന് യേശുവിനെ പിടിക്കാൻ വന്ന ചേവകര്, ഭടന്മാര് അവിടെ യോഹന്നാൻ 7:46 പറയുന്നത് പോലെ, യേശു പറഞ്ഞതുപോലെയുള്ള ലാവണ്യ വാക്കുകൾ, സ്നേഹത്തിന്റെ വാക്കുകൾ, എന്നാൽ കർക്കശത്തിന്റെ വാക്കുകൾ സംസാരിക്കാൻ തക്ക വേണം. പിന്നെ പ്രവർത്തികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ ജോലി ആവട്ടെ, വീട്ടിൽ ഉത്തരവാദിത്തങ്ങൾ, ചെയ്യുന്ന കാര്യങ്ങൾ, ചെയ്യാത്ത കാര്യങ്ങൾ, സെൻസ് ഓഫ് ഒമിഷൻ, സെൻസ് ഓഫ് കമ്മീഷൻ, സെൻസ് ഓഫ് ഒമിഷൻ, ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ സെൻസ് ഓഫ് ഒമിഷൻ. നമ്മളെ ജീവിതത്തിൽ ചിലപ്പം വീട്ടിലെ ചില ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ചെയ്യണമെന്നുണ്ടായിരിക്കും. ചിലപ്പം ഭാര്യയെ സഹായിക്കുന്ന കാര്യമായിരിക്കും, കുഞ്ഞുങ്ങളുടെ കാര്യത്തിലുള്ള കാര്യമായിരിക്കും, ചിലപ്പം ഭർത്താവിനെ സഹായിക്കുന്ന കാര്യമായിരിക്കും, ചിലപ്പം കുഞ്ഞുങ്ങളെ എൻകറേജ് ചെയ്യുന്ന കാര്യമായിരിക്കും, ചിലപ്പോൾ അവർ തിരുത്തേണ്ട കാര്യമായിരിക്കും. അപ്പം ആ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാതെ നമ്മളിരിക്കുമ്പോൾ സെൻസ് ഓഫ് ഒമിഷൻ, ഞാനൊന്നും ചെയ്തില്ലല്ലോ, ചെയ്യാത്തതാ കുഴപ്പം, ചെയ്യാത്തതാ പാപം, ചെയ്യേണ്ടുന്ന കാര്യം ചെയ്തില്ല, അത് സെൻസ് ഓഫ് ഒമിഷൻ. പിന്നെ സെൻസ് ഓഫ് കമ്മീഷൻ, നമ്മൾ ചെയ്യരുതാത്ത കാര്യങ്ങളങ്ങ് ചെയ്യുന്നു എന്ന് വെച്ചാൽ ദേഷ്യപ്പെടുന്നു, മുറുമുറുക്കുന്നു, ആവശ്യമില്ലാത്ത വാക്കുകളൊക്കെ പറയുന്നു, അല്ലെങ്കിൽ വേണ്ടാത്ത രീതിയിലുള്ള ചില വർത്തമാനങ്ങളോ ചിന്തകളോ, അതുപോലൊക്കെ സെൻസ് ഓഫ് കമ്മീഷൻ. അപ്പം സെൻസ് ഓഫ് ഒമിഷൻ ആയാലും സെൻസ് ഓഫ് കമ്മീഷൻ ആയാലും അപ്പം അങ്ങനെയൊക്കെയുള്ള ചിന്തകളിലും വാക്കുകളിലും പ്രവൃത്തികളിലും മനോഭാവങ്ങളിലും ഉദ്ദേശ ലക്ഷ്യങ്ങളിലും ഒക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അവിടെ ശരിയാവണ്ണം വിധിച്ചാല് വിധിക്കപ്പെടുകയില്ല. അതാ നൂറുമേനി ഫലം കഴിക്കുന്നവർക്ക് പിന്നെ അവര് എല്ലാ ദിവസവും ദൈവമുമ്പാകെ തങ്ങളെ തന്നെ, അവരുടെ ജീവിതത്തിൽ ഒരു വീഴ്ച ഉണ്ടായിട്ടില്ല എന്നുള്ളതല്ല, എന്നാൽ ദൈവം തന്ന വെളിച്ചത്തിനൊത്തവണ്ണം അവർ പൂർണ്ണമായിട്ട് തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകളോ വീഴ്ചകളോ സംഭവിച്ച ഉടനെ തന്നെ അങ്ങ് മാനസാന്തരപ്പെടുകയും, കർത്താവേ എൻ്റെ ജീവിതത്തിൽ ഒരു വീഴ്ച ഉണ്ടായി, ഞാനൊരു കർത്താവെ ഒരു കോപിച്ച വാക്ക് പറഞ്ഞു, അല്ലെങ്കിൽ കർത്താവെ ഞാൻ ഒരു വേണ്ടാത്തൊരു ഒരു മറ്റൊരാളെ മുറിപ്പെടുത്തുന്ന രീതിയിലാണ് എൻ്റെ സംസാരമായി പോയത്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളിലും അങ്ങനെ ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ ക്ഷമിക്കാനും, ക്ഷമ ചോദിക്കാൻ, നമ്മൾ ആരെങ്കിലും അറിഞ്ഞോ അറിയാതെയോ നമ്മൾ പറഞ്ഞതോ പറയാത്തതോ ആയിട്ടുള്ള വാക്കുകൾ കൊണ്ട്, ചെയ്തതോ ചെയ്യാത്തതോ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് വേറെ ആർക്കെങ്കിലും മുറിവായിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമ ചോദിച്ച് അങ്ങനെ ഒരു നല്ല മനസാക്ഷിയോടെ എന്തെങ്കിലും കൊടുത്തു തീർക്കാനുണ്ടെങ്കിൽ എത്രയും വേഗം കൊടുത്തു തീർത്ത് ഒരു നല്ല മനസാക്ഷിയോടെ ദൈവമുമ്പാകെ നമ്മൾ ശരിയാവണ്ണം വിധിച്ച്, ദൈവം നമുക്ക് തന്നിട്ടുള്ള വെളിച്ചത്തിനോട് നമ്മൾ 100% വിശ്വസ്തരായിട്ട് വിധേയപ്പെട്ട് ഒരു ദൈവമുമ്പാകെ ഒരു പൂജ്യമായിട്ട്, 0 ആയിട്ട് നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ദൈവത്തിന് പിന്നെ ഒന്നും വിധിക്കാനില്ല. ശരിയാവണ്ണം വിധിച്ചു നമ്മളുടെ ടേൺ വരുമ്പോൾ, എൻ്റെ മകളുടെ ജീവിതത്തിൽ എനിക്കൊന്നും വിധിക്കാനൊന്നുമില്ല, നീ നിന്റെ ജീവിതത്തിൽ ഉടനീളം നിന്നെ വിധിക്കാനായിട്ട് എന്നെ അനുവദിച്ചുകൊണ്ടേ ഇരിക്കുവായിരുന്നല്ലോ, ഇപ്പം ഇവിടെ വരുമ്പോൾ എനിക്ക് എന്നെ കുറിച്ച് വിധിക്കാനൊന്നുമില്ല, നീ ഓൾറെഡി എല്ലാം വിധിച്ചു കഴിഞ്ഞ് 100% ഇനി വന്നിരിക്കുവാണല്ലോ, നല്ലതിന് വിശ്വസ്തനുമായ ദാസനെ ദാസി എൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കൂ എന്ന് പറയുന്ന ആ ഒരു ഇമ്പസ്വൽ നമുക്ക് കേൾക്കാനൊക്കെ.
പക്ഷേ നമ്മള് പാതിയും മുക്കാലും ഒക്കെ വിധിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം മരവും പുല്ലും വൈക്കോലുമായിട്ട് കത്തി എരിഞ്ഞു പോകും. അതൊക്കെ കണ്ടുകൊണ്ടിരിക്കേണ്ടി വരും. അന്ന് വല്ലാത്തൊരു ദുഃഖവും നിരാശയൊക്കെ ആയിരിക്കും. അന്ന് നമുക്ക് നമുക്ക് എന്താണ് പറയുന്നേ, നമുക്ക് ഒത്താശ പറയാൻ വേണ്ടി ആരും കാണത്തില്ല. അല്ലെങ്കിൽ നമുക്ക് ദൈവമേ അത് അങ്ങനല്ലായിരുന്നു ഇങ്ങനെയല്ല, നമുക്കൊന്നും ജസ്റ്റിഫൈ ചെയ്യാനൊന്നും ഇല്ല. ദൈവത്തിന് മുമ്പാകെ നമ്മൾ നിൽക്കുന്നത് എല്ലാം അവന്റെ മുമ്പാകെ നഗ്നവും മലർന്നതുമായിട്ടായിരിക്കുന്നു എന്നൊക്കെ നമ്മൾ എബ്രായർ 4-13 വാക്യമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അപ്പം മുമ്പാകെ നമ്മൾ ശരിയാവണ്ണം വിധിക്കുകയാണെങ്കിൽ ഇന്ന് തന്നെ നമ്മുടെ ജീവിതത്തിലെ മരവും പുല്ലും വൈക്കോലുമായിട്ടുള്ള ചില കാര്യങ്ങളെ, മാനുഷികമായിട്ടുള്ള പല കാര്യങ്ങളെ, ജഡികമായിട്ടുള്ള പല കാര്യങ്ങളെയൊക്കെ ദൈവം കാണിച്ചു തരുമ്പോൾ നമ്മുടെ സമയം ചെലവഴിക്കുന്ന രീതിയാവട്ടെ, ചിലപ്പം പണം ചെലവഴിക്കുന്ന രീതിയാവട്ടെ, മറ്റുള്ളവരുടെ നമ്മുടെ മനോഭാവം ആവട്ടെ, മറ്റുള്ളവരുടെ നമ്മളുടെ സഭയോടുള്ള മനോഭാവം ആവട്ടെ, സഭയിലുള്ള സഹോദരങ്ങളുള്ള മനോഭാവം ആവട്ടെ, അധികാരങ്ങളുള്ള മനോഭാവം ആവട്ടെ, വേറെ പല കാര്യങ്ങളിലുമൊക്കെ കർത്താവിന് ചേരാതെയുള്ള പല കാര്യങ്ങളുമൊക്കെ ദൈവം തരുന്ന വെളിച്ചത്തിന് മുമ്പാകെ നമ്മളെ തന്നെ വിധിക്കുകയും നമ്മളെ താഴ്ത്തുകയും കഴുകപ്പെടുകയൊക്കെ ചെയ്യുവാണെങ്കിൽ മരവും പുല്ലും വൈക്കോലും ഒക്കെ ഇന്ന് തന്നെ കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയിൽ ഇന്ന് തന്നെ അങ്ങ് എരിയപ്പെടുകയാണെങ്കിൽ നമുക്ക് പൊന്നും വിലയേറിയ കല്ലുകളും, പൊന്നും വെള്ളിയും വിലയേറിയ കല്ലുകൾ കൊണ്ട് മാത്രം നമ്മുടെ ജീവിതം കെട്ടിപ്പടുക്കാം. അന്ന് അത് ഒരു നൂറുമേനി ഫലമായിട്ട് കർത്താവിന് മുമ്പാകെ നമുക്ക് കാഴ്ചവെക്കാനൊക്കും. എനിക്ക് ഇതിനെ കുറിച്ചൊന്നും വിധിക്കാനില്ല. 99 ആടുകള് who need no repentance, മാനസാന്തരം ആവശ്യമില്ലാത്ത 99 ആടുകളെ കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. ഒരാടിനെ തേടി പോകുമ്പോൾ മാനസാന്തരം ആവശ്യമില്ലാത്ത ആടുകൾ എന്ന് പറയുമ്പോൾ അത് അവർ എപ്പോഴും മാനസാന്തരപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അവർക്ക് പ്രത്യേകമായിട്ടൊരു മാനസാന്തരം ആവശ്യമില്ല എന്നുള്ള അർത്ഥത്തില് നമ്മള് ആ വാക്യം സാങ്ക്ബേർന്ന് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അതായത് യഥാർത്ഥത്തിലുള്ള സഭയുടെ ഒരു ചിത്രം. എപ്പോഴും തങ്ങളെ തന്നെ ദൈവമുമ്പാകെ മാനസാന്തരപ്പെട്ടുകൊണ്ടേ ഇരിക്കുമ്പോൾ അവർക്ക് പ്രത്യേകമായിട്ടൊരു മാനസാന്തരം ആവശ്യമില്ല. എന്ന് വെച്ചാൽ എപ്പോഴും അവർ തങ്ങളെ തന്നെ ദൈവമുമ്പാകെ വിധിച്ചുകൊണ്ടേ ഇരിക്കുക. ദൈവമുമ്പാകെ നമ്മൾ വിധിച്ചുകൊണ്ടിരിക്കുന്ന പറയുമ്പോൾ പലപ്പോഴും നമ്മളെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക എന്നുള്ള അർത്ഥമേ അല്ല, മറിച്ച് വിശ്വാസം നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ മാത്രമേ നമ്മൾ നോക്കേണ്ടതായിട്ടുള്ളൂ. യേശുവിനെ നോക്കുമ്പോൾ ആ യേശുവിന്റെ മുഖപ്രകാശത്തിൽ നമ്മുടെ ജീവിതത്തിൽ പോരായ്മയുള്ള കാര്യങ്ങൾ ദൈവം തന്നെ കാണിച്ചു തരും. അല്ല നമ്മളെ തന്നെ ഒരു സെൽഫ് ഇൻട്രോസ്പെക്ഷൻ മാതിരി നമ്മളെ തന്നെ ഇങ്ങനെ നോക്കി നമ്മുടെ ജഡത്തിലേക്ക് നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന് നമ്മൾ നിരാശപ്പെട്ട് ഡിപ്രഷനായിട്ട് പിന്നെ ആന്റി ഡിപ്രസന്റ് കഴിക്കേണ്ടി വരും. ഡിസ്കറേജ്മെന്റ്, കോണ്ടമിനേഷൻ, കുറ്റബോധത്തിലേക്ക് പോകും. അങ്ങനെ ഒരു കാര്യമല്ല നമ്മൾ പറയുന്നത്. ചിലർ വേറൊരു എക്സ്ട്രീമിലോട്ട് അങ്ങ് പോകും. എന്നെ തന്നെ വിധിക്കണം, അപ്പൊ അയ്യോ ഞാൻ അപ്പൊ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവരെ തന്നെ അവരിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്ന് നിരാശപ്പെട്ടു. അയ്യോ എന്റെ ജീവിതത്തിൽ ഒരു നന്മയില്ല. അതിപ്പോ നമ്മൾ പറയേണ്ട കാര്യമില്ല, നമ്മുടെ ജഡത്തിൽ യാതൊരു നന്മയില്ലെന്ന് റോമർ 7:18 ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ പൗലോസ് അപ്പോസ്തലന്റെ ജഡത്തിൽ തന്നെ നന്മയില്ല, അപ്പൊ പിന്നെ നമ്മുടെ ജഡത്തിൽ തന്നെ നന്മയിരിക്കാൻ പോകുന്നു. അപ്പൊ അങ്ങനെ നമ്മളിൽ തന്നെ നമ്മളുടെ സ്വയജീവനിലേക്ക് നോക്കി അയ്യോ ഞാൻ ഇങ്ങനാണല്ലോ അങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞ് നിരാശപ്പെടുന്ന അങ്ങനെ ഒരു വിധിയുടെ കാര്യമേ അല്ല നമ്മൾ ഈ പറയുന്നത്. മറിച്ച് നമ്മൾ എങ്ങോട്ടേ നോക്കേണ്ടതുള്ളൂ, യേശുവിലേക്ക് നോക്കേണ്ടതുള്ളൂ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിലേക്ക് നോക്കുക. അവിടെ തന്നെ ഫിക്സ് ചെയ്യേണ്ട കാര്യമുള്ളൂ നമ്മുടെ വിഷൻ. അഫോറാവോ ബാക്കിയെല്ലാം അതിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ തിരിച്ച് അങ്ങോട്ടേക്ക് നോക്കേണ്ടതായിട്ടുള്ളൂ. യേശുവിലേക്ക് നോക്കുക. യേശുവിലേക്ക് നോക്കുമ്പോൾ യേശുവിന്റെ വെളിച്ചത്തില്, അവന്റെ വെളിച്ചത്തിൽ നാം വെളിച്ചം കാണുന്നു. 36 സങ്കീർത്തനത്തിന് 9 പറയുന്നത് പോലെ യേശയ്യാവ് 6 അധ്യായത്തില് യേശയ്യാവ് ആ ഒരു ദർശനം കണ്ടു. ദൈവത്തിന്റെ ദർശനം. ദൈവം കർത്താവ് ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിലായിരിക്കുമ്പോൾ അയ്യോ ഞാൻ അതിരശുദ്ധിയില്ലാത്ത മനുഷ്യൻ, അതുവരെ അവർക്ക് കഷ്ടം ഇവർക്ക് കഷ്ടം എന്നൊക്കെ ദൈവാത്മാവിനെ തന്നെ അവൻ പ്രവചിച്ചതായ യേശയ്യാവ് 5 അധ്യായങ്ങളില് 5-ാമത്തെ അധ്യായത്തിൽ അത് നമ്മൾ വായിക്കുന്നുണ്ട്. പലർക്കും കഷ്ടം, അയ്യോ അവർക്ക് കഷ്ടം ഇവർക്ക് കഷ്ടം. പക്ഷെ കർത്താവിനെ കണ്ടപ്പോൾ അയ്യോ എനിക്ക് കഷ്ടം, ഞാനാ ഏറ്റവും പാപികളെ പ്രധാനി. പൗലോസ് 1 തിമോത്തിയോസ് 1 അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ ഞാൻ പാപികളെ പ്രധാനി ആയിരുന്നു എന്നല്ല, ഓഫ് ഹൂം ഐ ആം ദി ചീഫ് ഓഫ് സിന്നേഴ്സ്, ഞാനാണ് പാപികൾ പ്രധാനിയായിട്ടായിരിക്കുന്നത് എന്ന് തന്റെ ജീവിതത്തിന് അവസാനത്തോളം വരുമ്പോഴും ആദ്യമൊക്കെ നമ്മൾ സാങ്ക്ബേർന്ന് പലപ്പോഴും അത് കേട്ടിട്ടുണ്ട്. തന്നെ വിശ്വാസികളിൽ ഏറ്റവും ചെറിയവനാണെന്ന് 1 കൊരിന്ത്യർ 15:9-10 വാക്യങ്ങളില് പൗലോസ് പറയുന്നുണ്ട്. വിശ്വാസികൾ ഞാൻ എല്ലാ വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനാണ്. 1 കൊരിന്ത്യർ 15 എഴുതുമ്പോൾ പൗലോസിന് അങ്ങനെ ഒരു ദൈവാത്മാവിന് അതുപോലൊരു വെളിപ്പാടുണ്ടായി. എന്നാൽ കുറച്ചുകൂടെ അതിന്റെ 5 വർഷങ്ങൾ, ഏകദേശം 5 വർഷങ്ങൾ കൊണ്ട് കഴിഞ്ഞ് എഫേസർക്ക് എഴുതിയ ലേഖനം എഴുതുമ്പോൾ എഫേസർ 3:8 സോറി അതെ എല്ലാ വിശുദ്ധന്മാരിലും 1 കൊരിന്ത്യർ 15 ഞാൻ 1 കൊരിന്ത്യർ 15 ആ വാക്യം ഒന്ന് വായിച്ചോട്ടെ. 1 കൊരിന്ത്യർ 15 താൻ എന്താ പറയുന്നേ? താന് എല്ലാ അപ്പോസ്തലന്മാരിലും ഐ എം ദി ലീസ്റ്റ് ഓഫ് അപ്പോസ്റ്റൽസ് എന്നാ പറയുന്നത്. അതെ, 1 കൊരിന്ത്യർ 15:9 ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനാണ് എന്നുള്ള കാര്യം അവൻ ഏറ്റവും താഴ്മയോട് പറയുന്നു. എന്നാൽ 5 വർഷം കൂടെ കഴിഞ്ഞ് എഫേസർ എഴുതിയ ലേഖനം എഴുതുമ്പോൾ എഫേസർ 3:8 വാക്യത്തിൽ ഞാൻ അപ്പോസ്തലന്മാര് മാത്രമല്ല എല്ലാ വിശ്വാസികളും എല്ലാ വിശുദ്ധന്മാരിലും ഞാൻ ഏറ്റവും ചെറിയവൻ എന്ന്
അവനൊരു ബോധ്യം കിട്ടി, ദൈവത്തോട് കൂടുതൽ അടുത്തു, കൂടുതൽ പാപബോധം ഉണ്ടായി. എന്നാൽ കുറച്ചുകൂടെ വർഷങ്ങൾ കഴിഞ്ഞ്, വീണ്ടും ഒരു 5 വർഷം മറ്റോ കഴിഞ്ഞ് അവൻ 1 തിമോഥെയോസ് 1-ാം അധ്യായം എഴുതുമ്പോൾ ഈ അപ്പോസ്തലന്മാരിൽ മാത്രമല്ല, എല്ലാ വിശുദ്ധന്മാരിലും മാത്രമല്ല, എല്ലാ പാപികളും, ലോകത്തിലെ അവിശ്വാസികളുടെ പാപികളെ വെച്ച് നോക്കിയാൽ പോലും ഞാൻ എല്ലാ പാപികളും ഏറ്റവും പ്രധാനിയായിട്ടുള്ളത്. അത്രമാത്രം എൻ്റെ ജഡത്തില് എത്രമാത്രം ക്രിസ്തുവിന് ചേരാതെയുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്നുവെച്ചാൽ ദൈവത്തിന്റെ വെളിച്ചത്തോട് അത്രയധികം അടുത്ത് വന്നപ്പോഴത്തേക്കും തന്റെ ജീവിതത്തിൽ എന്തെല്ലാം കുറവുകൾ, കർത്താവിന് ചേരാത്തതായിട്ടുള്ള പല മനോഭാവങ്ങളും, ഉദ്ദേശ ലക്ഷ്യങ്ങളിലുള്ള പല കാര്യങ്ങളിലും, ചില ചിന്തകളിലുള്ള ചില കാര്യങ്ങള്, ചില സ്വാർത്ഥത, ചില നിഗളം കാര്യങ്ങളെല്ലാം കൂടുതൽ കൂടുതൽ വ്യക്തമായിട്ട് കാണാൻ തുടങ്ങുമ്പോൾ, അയ്യോ കർത്താവേ, ഞാൻ എല്ലാത്തിലേക്ക് ആയിട്ട് വെച്ച് കർത്താവേ, ഞാൻ ഏറ്റവും വലിയ പാപി എന്നുള്ളത് ഒരു അതിശയോക്തി ഇല്ലാതെ താൻ പറയുന്നത് നമ്മുടെ 1 തിമോഥെയോസ് 5-ാം അധ്യായം 1 തിമോഥെയോസ് 1:15 നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതാണ് ആത്മീയ വളർച്ച. അപ്പൊ അങ്ങനെ നമ്മളെ തന്നെ നോക്കി കുറ്റം വിധിച്ച് അയ്യോ എന്നെ കൊണ്ടൊന്നും കൊള്ളത്തില്ല എന്നും പറഞ്ഞ് ഡിപ്രഷനിലോട്ട് പോയി ആ ഒരു കാര്യമല്ല പറയുന്നത്. മറിച്ച് നമ്മൾ കർത്താവിലേക്ക് നോക്കുമ്പോൾ കർത്താവിന്റെ വെളിച്ചത്തിൽ നമ്മളുടെ കുറവുകളെ കണ്ട് അത് കർത്താവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട് പരിശുദ്ധാത്മാവ് നിറയപ്പെട്ട് കർത്താവിനെ പോലെ അധികമായി തീരുന്ന അങ്ങനെയുള്ള ഒരു ജീവിതം, അതാ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പൊ ഈ പുസ്തക ചുരുളുകളെല്ലാം തുറക്കപ്പെടുന്നു. അതാ ഇന്നിപ്പോ എന്താ നമ്മൾ കണ്ടത്? നമ്മള് കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തു എന്നുള്ള കാര്യം നമ്മൾ കണ്ടു. ലോക സംഭവങ്ങൾ അതെല്ലാം വിളിച്ചോതുന്നു എന്നുള്ള കാര്യം കണ്ടു. നമ്മളെ ദൈവത്തിന് മുമ്പാകെ ലജ്ജിച്ചു പോകാതെ, കർത്താവിന്റെ വരവെങ്കിലും ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന്റെ കാര്യം നമ്മൾ കണ്ടു. പിന്നെ ആ വെള്ളസിംഹാസനത്തിലുള്ള വലിയ ജഡ്ജ്മെന്റില് ഓരോരുത്തർക്കും പ്രവർത്തികൾക്ക് ഒത്തവണ്ണമുള്ള ന്യായവിധി ഉണ്ടാകാത്തക്കവണ്ണം പുസ്തക ചുരുളുകൾ തുറന്നു. പുസ്തക ചുരുളുകൾ തുറക്കുമ്പോൾ അവിടെ മാത്രമല്ല പുസ്തക ചുരുളുകൾ തുറന്നത്, നമ്മളുടെ ന്യായവിധിയിലും നമ്മളുടെ സ്വകാര്യ ജീവിതവും നമ്മളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളും ഒക്കെ വെളിവാകും എന്നുള്ളൊരു കാര്യം 1 Corinthians 4:5 നിന്ന് നമ്മൾ കണ്ടു. അപ്പം ശരിയാവണ്ണം വിധിക്കുന്നവനാണ് വിധിക്കപ്പെടാതിരിക്കുന്നത് എന്നുള്ള കാര്യം 1 Corinthians 11:31 നിന്ന് നമ്മൾ കണ്ടു. 1 Corinthians 3 അങ്ങനെയൊക്കെയുള്ള അഗ്നിയിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളും, മരവും പുല്ലും വൈക്കോലും, പൊന്ന് വെള്ളി വിലയേറിയ കല്ലുകൾ, അങ്ങനെ 2 കാറ്റഗറീസ് ഉള്ള കാര്യങ്ങൾ, ദൈവത്തിൽ നിന്ന് ദൈവത്തിലൂടെ ദൈവത്തിലേക്ക്, മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലൂടെ മനുഷ്യനിലേക്ക് ഉള്ള ആ ഒരു 2 കാറ്റഗറീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ആ പുസ്തക ചുരുളിന്റെ കാര്യം, അത് നമ്മളുടെ ഓർമ്മയുടെ ആ ഒരു വീഡിയോ ടേപ്പ് അന്ന് എല്ലാവരുടെയും മുമ്പാകെ ദൈവം പരസ്യമായിട്ട് പ്രദർശിപ്പിക്കുമ്പം എല്ലാവർക്കും മനസ്സിലാവും, എല്ലാവരും സമ്മതിക്കേണ്ടി വരും, ഇവന് കിട്ടേണ്ട ശിക്ഷ തീർത്തും ന്യായമായിട്ടുള്ള ശിക്ഷയാണ്. ഇത് വെള്ള സിംഹാസനത്തിലുള്ള ന്യായവിധിയാണ്, കറുത്തപ്പ സിംഹാസനമല്ല. എന്നാൽ അത് ഏറ്റവും ന്യായമായിട്ടുള്ള ശിക്ഷയാണ് അവന് കിട്ടുന്നെന്നുള്ള കാര്യം എല്ലാവരും സമ്മതിക്കത്തക്കവണ്ണം ദൈവം അത്ര ഫെയർ ആയിട്ടുള്ള ജഡ്ജ്മെന്റ്, ഏറ്റവും മാന്യമായിട്ടുള്ള ന്യായത്തോടെയുള്ള ഒരു ജഡ്ജ്മെന്റാണ് കൊടുക്കുന്നത്. നമ്മൾ ആദിമജി പുസ്തകത്തിൽ ഒരു വാക്യം കൂടെ അതിനോട് ചേർന്ന് 1-2 വാക്യങ്ങളും കൂടെ വായിച്ചു. എന്താ? മത്തായി 12:36. പലപ്പോഴും നമ്മൾ പറയുന്നൊരു വാക്യമാണ്, നമുക്ക് മിക്കവർക്കും അറിയാവുന്ന ഒരു വാക്യമാണ്. ആർക്കെങ്കിലും അറിയത്തില്ലെങ്കിൽ ഇപ്പൊ തന്നെ നമ്മളത് അറിയുന്നവരും അറിയാത്തവരും നമുക്ക് എടുത്തു നോക്കാവുന്ന ഒരു വാക്യം. എന്താ അവിടെ പറയുന്നത്? നമ്മൾ സംസാരിക്കുന്ന ഓരോ നിസ്സാര വാക്കിനും കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. എവിടെ കണക്ക് കൊടുക്കേണ്ടത്? നമ്മുടെ വിശ്വാസിയാണെങ്കിൽ ആ സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് മുമ്പുള്ള സമയത്ത് കണക്ക് കൊടുക്കേണ്ട. അവിശ്വാസത്തില് അവിശ്വാസി വിശ്വാസത്തിൽ നിന്ന് വീണുപോയി, ഇനിയിപ്പം അല്ലെങ്കിൽ വീണ്ടും ജനിച്ചതേ ഇല്ല, അങ്ങനെ ഒരു അവിശ്വാസികളുടെ കൂട്ടത്തിലാണെങ്കിൽ അതിന് ഇപ്പോൾ ഉള്ള വെള്ളസിംഹാസന ന്യായവിധിയുടെ മുമ്പാകെ നമ്മൾ നിൽക്കേണ്ടതായിട്ട് വരും എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുവായിരുന്നല്ലോ. മത്തായി 12-ാം അധ്യായം എന്ന് പറയുമ്പം ചതഞ്ഞ ഓട ഒടിച്ച് കളയില്ല എന്നൊക്കെ കർത്താവ് പറയുന്ന അതേ അധ്യായം തന്നെ. അതിന് തൊട്ട് മുമ്പേ നിങ്ങൾ വായിച്ചിട്ടില്ലയോ എന്നൊക്കെ പറയുന്ന അതേ അധ്യായം തന്നെ. മത്തായി 12-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യമൊക്കെ നമ്മൾ കുറച്ച് നാളുകൾ മുമ്പൊക്കെ 3-5 വാക്യങ്ങൾ നിങ്ങൾ വായിച്ചിട്ടില്ലയോ എന്നുള്ള വാക്യമൊക്കെ പറയുന്ന അതേ അധ്യായം. പിന്നെ അതിന് കർത്താവിന്റെ ദാസനായിട്ടുള്ള പിതാവിന്റെ ദാസനായിട്ടുള്ള യേശുവിനെ കുറിച്ച് പറയുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ട്, അത് കഴിഞ്ഞിട്ട് കർത്താവ് അതിന്റെ 28-ാമത്തെ വാക്യത്തിൽ ദൈവാത്മാവിന് അത്ഭുതങ്ങളെ പുറത്താക്കുന്നു. അത് ദൈവത്തിന്റെ വിരള് ദൈവാത്മാവാണ് എന്നുള്ള കാര്യമൊക്കെ സൂചിപ്പിക്കുന്ന വാക്യമൊക്കെ നമ്മളവിടെ കണ്ടു. ഞാൻ ഈ മത്തായി 12 ബാക്കിയുള്ള വാക്യങ്ങളും കൂടെ പറയുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു പിക്ചർ മെമ്മറി കിട്ടാൻ വേണ്ടി. മത്തായി 12 എന്ന് പറയുമ്പോൾ ഇന്ന കാര്യങ്ങളൊക്കെ പറയുന്ന അധ്യായം എന്ന് ഓർക്കുമ്പോൾ ഓരോ വാക്യങ്ങൾ കോറിലേറ്റ് ചെയ്ത് നമ്മൾ ഓർത്തിരിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഇന്ന അധ്യായത്തിലെ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്നുള്ള കാര്യം. അപ്പൊ ഇതേ മത്തായി 12 തന്നെ എന്ത് പറയുന്നത്? ഇപ്പം നമ്മളിപ്പം വായിച്ച് അതിന്റെ 36-ാമത്തെ വാക്യം എന്താ നമ്മളിവിടെ വായിക്കുന്നത്? മത്തായി 12:36. എന്നാൽ മനുഷ്യർ പറയുന്ന ഇത് നിസ്സാര വാക്കിനും
എവരി കെയർലെസ് വേർഡ് ന്യായവിധി ദിവസത്തിലെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് ആരെങ്കിലും, അത് മത്തായി അല്ല പറഞ്ഞേ, മത്തായി എഴുതി വെച്ചു എന്നുള്ളതേ ഉള്ളൂ. യേശു കർത്താവ് പറഞ്ഞ് ആകാശവും ഭൂമിയും മാറിപ്പോയാലും കർത്താവിൻ്റെ വാക്കുകൾ മാറിപ്പോകത്തില്ല. അപ്പം അത് എത്ര വലിയൊരു സ്റ്റാൻഡേർഡാണ് നമ്മൾ പറയുന്ന ഒരു നിസ്സാര വാക്ക്. നിസ്സാര വാക്ക് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മളെല്ലാം സീരിയസ് ആയിട്ടൊന്നും മിണ്ടാതെ ഇങ്ങനെ അങ്ങനെ ഇരിക്കണം എന്നല്ല. നമ്മളെ ഇങ്ങനെ ഇങ്ങനെ ദൈവത്തിൻ്റെ ജീവനില്ലാത്ത വാക്ക് ശരിയാണ്. നമ്മൾ ഇങ്ങനെ നമ്മൾ സംസാരിക്കുന്നു, ഇടപഴകുന്നു, സംസാരിക്കുന്നു, നമ്മളെന്തോ ഇങ്ങനെ വളരെ ഫോമലായിട്ട് ഈ പരീക്ഷമാരെ പോലെ ഇങ്ങനെ ലീഗലിസ്റ്റിക് ആയിട്ട് ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ വളരെ അതുപോലെ ഇരിക്കണം, അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ഒരു കാര്യമില്ല. തീർച്ചയായിട്ടും കർത്താവും തമാശയൊക്കെ പറഞ്ഞ് കാണും. കർത്താവ് അതുപോലെ ശിഷ്യന്മാരുമായിട്ട് അതുപോലെയൊക്കെയുള്ള നല്ല സമയം. എന്നാൽ മറ്റൊരാളെ മുറിപ്പെടുത്തുന്ന രീതിയിലുള്ള തമാശ അല്ലെങ്കിൽ പൊട്ടച്ചൊല്ല് കളിവാക്ക് എന്നുള്ള കാര്യങ്ങൾ അതൊക്കെ നമ്മളവിടെ എഫീസർ 5-ാം അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ചില നർമ്മബോധം, ശരിയായിട്ടുള്ള നല്ല നർമ്മബോധമൊക്കെ തീർച്ചയായിട്ടും അത് എത്ര ഹെൽത്തിയാണ്, എത്ര ആരോഗ്യകരമായിട്ടുള്ള കാര്യമാണെന്നുള്ള കാര്യം ശാസ്ത്രീയമായിട്ടും അല്ലാതെയൊക്കെ നമുക്കറിയാം. എന്നാൽ എന്താ മറ്റൊരാളെ മുറിപ്പെടുത്തുന്ന രീതിയിലുള്ള വാക്കുകൾ, അതിപ്പം തമാശയായിട്ടായാലും മറ്റൊരാളെ മുറിപ്പെടുത്തുന്ന രീതിയിലുള്ള വാക്കുകളാവട്ടെ, ബാക്കിയുള്ള അശ്ലീല പ്രയോഗങ്ങളൊക്കെ ഒരുപക്ഷെ വിശ്വാസികളായിട്ടുള്ള നമ്മളിൽ അതൊക്കെ നമ്മളെന്നെ കഴിഞ്ഞു വന്നിട്ടുണ്ടാവുന്ന എൻ്റെ വിശ്വാസം. പിന്നെന്താ, വേറെ തരത്തിലുള്ള ദേഷ്യമുള്ള വാക്കുകൾ, പരാതിയും പെറുവെറുപ്പുള്ള വാക്കുകൾ, മറ്റൊരാളുടെ കുറ്റം പറയുന്ന, പരദൂഷണം പറയുന്ന, അവരിങ്ങനെ അങ്ങനെ ഒരു പരദൂഷണത്തിൻ്റെ വാക്കുകൾ, അങ്ങനെയൊക്കെയുള്ള മത്സരത്തിൻ്റെ റിബല്യൻ, ഒരു അധികാരത്തിനെതിരെയുള്ള മത്സരത്തിൻ്റെ വാക്കുകളോ അങ്ങനെയൊക്കെയുള്ള വിഷലിപ്തമായ വാക്കുകൾ, ഒരു കർത്താവിൻ്റെ സ്വഭാവത്തിന് ചേരാത്തതായിട്ടുള്ള വാക്കുകൾ എന്ന് സിമ്പിളായിട്ട് പറഞ്ഞാൽ യേശുവിൻ്റെ ആ ഒരു ലാവണ്യ വാക്കുകൾ, കേൾക്കുന്നവർക്ക് കൃപ നൽകുന്ന വാക്കുകൾ സംസാരിക്കാൻ എഫീസർ 4:29 നമ്മൾ വായിക്കുന്നേ. കൊളോസർ 4:6 ഉപ്പിനാൽ രുചി വരുത്തിയ കൃപയാകുന്ന കൃപയെ ഉപ്പിനോട് ഉപമിച്ചിട്ട് ഉപ്പിനാൽ രുചി വരുത്തിയ കൃപയോടുകൂടിയ വാക്കുകൾ കേൾക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി, അതാ കൃപ ലഭിക്കുന്ന വാക്കുകൾ സംസാരിക്കാൻ, ആത്മാവിൽ നിന്ന് സംസാരിക്കാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജഡം ക്രൂശിലാണെങ്കിൽ, നമ്മുടെ സ്വയം ക്രൂശിലാണെങ്കിൽ പരിശുദ്ധാത്മ നമ്മളിൽ ഒന്ന് നിറഞ്ഞുകൊണ്ടേ ഇരിക്കുവാണെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന വാക്കുകളിലൊരു ജീവൻ ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെ മറ്റുള്ളവർക്ക് ജീവനും കൃപയൊക്കെ കൊടുക്കുന്ന വാക്കുകൾ സംസാരിക്കാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്നാൽ നമ്മുടെ ആ ജീവനില്ലാത്ത വാക്കുകൾ, നമ്മുടെ സ്വയത്തിൽ നിന്നുള്ള, നമ്മുടെ ജഡത്തിൽ നിന്നുള്ള വാക്കുകൾ സംസാരിക്കുമ്പോൾ അതിനെല്ലാത്തിനും കണക്ക് കൊടുക്കേണ്ടി വരും. പക്ഷെ കണക്ക് കൊടുക്കേണ്ട വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കുള്ള വിളിച്ചുള്ളിടത്തോളം കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഇന്ന വാക്കുകളെല്ലാം ഉണ്ടായി പോയിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണമേ എന്നും വാസ്തവമായിട്ട് നമ്മൾ മാനസാന്തരപ്പെടുകയും കർത്താവിനോട് ക്ഷമ ചോദിക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ കർത്താവിൻ്റെ രക്തം ആ വീഡിയോ ടേപ്പിൽ നിന്ന് കർത്താവിൻ്റെ രക്തത്തിന് മാത്രമേ മായ്ച്ചു കളയാനൊക്കെ ഉള്ളൂ. കർത്താവിൻ്റെ രക്തം അപ്പൊ കർത്താവിൻ്റെ രക്തം കൊണ്ട് മായ്ച്ചു കളയാമല്ലോ എന്ന് വിചാരിച്ച് ഇത് സാഗ്ബർ നമ്മൾ കേട്ടിട്ടുള്ളത് പോലെ ചിലരുടെ വീഡിയോ ടേപ്പ് പ്ലേ ചെയ്യുമ്പോൾ അവിടെ എല്ലാം ബ്ലാങ്ക് ആണ്, വെച്ചാൽ എല്ലാ രക്തത്താൽ മായ്ച്ചു കളഞ്ഞേക്കും, ഇവൻ എന്താ ഇത്ര നാളും ചെയ്തുകൊണ്ടിരുന്നത് എന്ന് ആൾക്കാരെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. എല്ലാം ഇങ്ങനെ മായ്ച്ചു കളയേണ്ട ഒരു രീതിയിൽ വരരുത് എന്ന അത് അന്ന് വെളിപ്പെടുന്നതിലും നല്ലതാ ഇന്ന് കർത്താവിന്റെ രക്തത്താൽ അതങ്ങ് മായ്ച്ചു കളയപ്പെടുന്നത്. അപ്പൊ ആ ഒരു നിസ്സാര വാക്കുകളുടെ കാര്യം നമ്മളവിടെ കാണുന്നുണ്ട്. പിന്നെന്താ, റോമർ 2:16 അതും കൂടെ വായിച്ച് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. റോമർ 2:16 അവിടെയും ഈ ന്യായവിധിയെക്കുറിച്ചുള്ള കാര്യമാണ് നമ്മളവിടെ വായിക്കുന്നത്. റോമർ 2-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. അതെ, ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എൻ്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ. അതെ, വിശ്വാസികളുടെ ആയാലും രഹസ്യങ്ങൾ വെളിപ്പെടുന്നുള്ള കാര്യം നമ്മൾ 1 Corinthians 4:5 കണ്ടു. അവിശ്വാസികളുടെ രഹസ്യങ്ങൾ വെളിപ്പെടുന്ന ഇപ്പൊ നമ്മൾ വെളിപാട് 20-ന്റെ 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് ജഡ്ജ് ദ സീക്രട്സ് ഓഫ് മെൻ ത്രൂ ക്രൈസ്റ്റ് ജീസസ് എന്നുള്ളൊരു കാര്യം. അന്ന് അവരുടെ മനസാക്ഷിയുടെ ന്യായപ്രമാണത്തിനൊത്തവണ്ണം ഒക്കെയുള്ള ഇന്ന് മനസാക്ഷി സാക്ഷ്യം പറയുന്നൊക്കെ എൻ്റെ തൊട്ട് മുമ്പത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. ന്യായപ്രമാണം ഇല്ലാത്ത ജാതികൾക്കാണെങ്കിൽ ന്യായപ്രമാണത്തിലുള്ളത് 14-ാമത്തെ വാക്യം, ന്യായപ്രമാണം ഇല്ലാത്ത ജാതികൾ, ദൈവത്തിന് വചനമില്ലാത്ത ജാതികളായിട്ടുള്ളവർക്ക് ന്യായപ്രമാണത്തിലുള്ളത് സ്വാഭാവികമായിട്ട് അവർ ചെയ്യുമ്പോൾ ന്യായപ്രമാണം ഇല്ലാത്ത അവർ തങ്ങൾക്ക് തന്നെ ഒരു ന്യായപ്രമാണമാകുന്നു. അവരുടെ മനസാക്ഷിയുടെ സാക്ഷ്യം പറഞ്ഞും അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തുകയും പ്രതിപാദിക്കുകയും ചെയ്തുകൊണ്ട് അവർ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി തങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നതായി കാണിക്കുന്നു. ഹൃദയത്തിൽ അവർക്കൊരു ന്യായപ്രമാണമുണ്ട്. അവർക്ക് റിട്ടേൺ ആയിട്ടുള്ള ലോ ഇല്ലായിരിക്കും, എഴുതിയിരിക്കുന്ന ന്യായപ്രമാണം ദൈവവചനം അവർക്കില്ലാത്തവർക്കും ജാതികളായിട്ടുള്ളവർക്കും അവരുടെ മനസാക്ഷിയുടെ ന്യായപ്രമാണത്തിനൊത്തവണ്ണം ഒരു ന്യായവിധി ഉണ്ടാകും. അന്ന് മനുഷ്യരുടെ രഹസ്യങ്ങളൊക്കെ കർത്താവ് ഞാൻ പറയുന്ന ഈ സുവിശേഷ പ്രകാരം കർത്താവ് ന്യായം വിധിക്കുന്ന ഒരു നാൾ വരും എന്നുള്ള കാര്യമാണ്
ഇവിടെ റോമർ 2:16 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അന്ന് നമ്മളിപ്പം സാഹിബിന്റെ അന്തിമ പുസ്തകത്തിൽ വായിച്ചതുപോലെ അന്ന് കർത്താവിന്റെ പേരും പറഞ്ഞ് പണം സമ്പാദിക്കുന്ന സാമ്പത്തികം നമ്മളെ ഓഫ്കോഴ്സ് നമ്മള് സ്വന്തമായിട്ട് അധ്വാനിച്ച് പണം സമ്പാദിക്കണം നീതിയോടെ ന്യായത്തോടെ. എന്നാൽ കർത്താവിന്റെ പേര് പറഞ്ഞ് ആ പേരിൽ പണം സമ്പാദിച്ച് സാമ്പത്തിക സാമ്രാജ്യങ്ങൾ പടുത്തുയർത്തി ബാബിലോണി ക്രിസ്ത്യാനികളെയൊക്കെ അന്ന് തുറന്നു കാട്ടും. ആർക്കും രക്ഷപ്പെടാനാവത്തില്ല. പ്രവർത്തികൾക്കൊത്തവണ്ണമുള്ള ന്യായവിധി ഉണ്ടാകും എന്നുള്ളൊരു കാര്യമൊക്കെയാണ് നമ്മളവിടെ കാണുന്നത്. ബാബിലോണിന്റെ ന്യായവിധിയൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടു. എന്ന് ഇവിടെ വീണ്ടും എല്ലാ മരിച്ചവരും എല്ലാ ക്രിസ്തുവിന് ജീവനില്ലാത്തവരും അന്ന് ഈ വലിയ വെള്ളസിംഹാസനത്തിന് മുമ്പാകെ വെളിപ്പെട്ട് വീണ്ടും ഒരു കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരുന്ന ഒരു കാര്യമാണ് നമ്മളവിടെ വായിച്ച്. അത് പ്രവർത്തികൾക്കൊത്തവണ്ണമുള്ള എല്ലാവർക്കും ഒരേപോലുള്ള ശിക്ഷാവിധിയല്ല, പ്രവർത്തികൾക്കൊത്തവണ്ണം. അതായത് സ്വർഗത്തിന്റെ കേന്ദ്രത്തിൽ ക്രിസ്തു ഉണ്ട്. അവിടെ ആ ഒരു കോൺസെൻട്രിക് സർക്കിൾസ് മാതിരി ദൈവത്തോട് കൂടുതൽ അടുത്തവരും കൂടുതൽ അകന്നിരിക്കുന്നവരും ഒക്കെ ഉണ്ടായിരിക്കാം എന്ന് പറയുന്നത് പോലെ തീപ്പൊയ്കയിലും ഒത്ത കേന്ദ്രത്തില് സീറ്റ് പിടിച്ചിട്ട് പിശാചുണ്ട്. അപ്പുറം ഇപ്പുറം പിശാചിനായിട്ട് സീറ്റ് പിടിച്ചിട്ടും അപ്പുറം ഇപ്പുറം സീറ്റ് പിടിച്ചിട്ട് എതിർ ക്രിസ്തുവും കള്ളപ്രവാചകനും ഉണ്ടെന്ന്. പിന്നെ കോൺസെൻട്രിക് സർക്കിൾസിൽ ഓരോരുത്തരുടെ പ്രവൃത്തിക്ക് ഒത്തവണ്ണം ഉള്ള ഒരു ന്യായവിധി, നിത്യമായിട്ടുള്ളൊരു ന്യായവിധി അവിടെയും ഉണ്ടാകും. ഈ സ്വർഗവും നരകവും പർദീസയും നരകവും തമ്മിൽ വലിയൊരു ഗൾഫ്, വലിയൊരു ക്യാസം, വലിയൊരു വിടവുണ്ടായിരിക്കും എന്നുള്ള കാര്യമൊക്കെ ലാസറസിന്റെ ആ ഒരു സംഭവകഥയിൽ കർത്താവ് പറയുന്നതായിട്ട് നമ്മളവിടെ ലൂക്കോസ് 16 നമ്മൾ കാണുന്നുണ്ട്. കർത്താവ് അത് എത്ര വ്യക്തമായിട്ട് പല സൂചനകളാണ്, പല കാര്യങ്ങളും നമുക്ക് വ്യക്തതയില്ല, എന്നാൽ പല സൂചനകൾ അത് അതിൻ്റെതായ ഒരു വ്യക്തതയോടെ കർത്താവ് വചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളുടെ ഉത്സാഹത്തിനായിട്ടും മുന്നറിയിപ്പിനായിട്ടും നമുക്ക് കർത്താവിന്റെ മുമ്പാകെ നമ്മളെ താഴ്ത്തിയേൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരു സ്നേഹം നിറഞ്ഞ പിതാവേ, അവിടുത്തെ വചനത്തിന് വെളിച്ചത്തിനായിട്ട് നന്ദി പറയുന്നു. ഈ കൂരിരുള്ള ലോകത്ത് കർത്താവ് അവിടുത്തെ വചനമാണല്ലോ ഞങ്ങളുടെ കാലിന് പ്രകാശമായിട്ട് ഞങ്ങളുടെ പാതയ്ക്ക് ദീപമായിട്ടുള്ളത്. കർത്താവ് അവിടുത്തെ വചനപ്രകാരം ഞങ്ങളെ വഴി നടത്തണം. കർത്താവ് ഞങ്ങളെ തന്നെ എപ്പോഴും ന്യായം വിധിച്ചുകൊണ്ടേ ഇരുപ്പാൻ കർത്താവ് അതിന് തക്കവണ്ണം അങ്ങേ തന്നെ നോക്കിക്കൊണ്ടേ ഇരുപ്പാൻ ഞങ്ങളെ സഹായിക്കണേ. കർത്താവ് അങ്ങയിലേക്ക് നോക്കി അങ്ങനെ വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കർത്താവെ അത് ഞങ്ങൾക്ക് മനസാക്ഷിയിൽ അവിടുന്ന് ബോധ്യം തരുന്ന ഉടനെ തന്നെ മനസാന്തരപ്പെട്ട് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത് അത് ഉപേക്ഷിച്ച് മുമ്പോട്ട് നീങ്ങുവാൻ ഒരു നല്ല മനസാക്ഷിയോടെ എപ്പോഴും അങ്ങനെ പരിശുദ്ധാത്മ നിറവിൽ എപ്പോഴും താഴ്മയോടൊരു പൂജ്യമായിട്ട് അവിടുത്തെ മുമ്പാകെ കാണപ്പെടുവാൻ അങ്ങയിൽ തന്നെ വസിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. അങ്ങനെ അവിടുത്തെ വരവിൻ നാട്ടിൽ ഞങ്ങൾ ലജിച്ചു പോകുന്നവരുടെ കൂട്ടത്തിലല്ല, മറിച്ച് കർത്താവെ ഞങ്ങൾ ധൈര്യത്തോടെ വലിയ ആവേശത്തോടെ അങ്ങയുടെ മറുപോട് ചാരി അങ്ങയെ ആരാധിക്കുന്നവരുടെ കൂട്ടത്തിലേക്ക് ഞങ്ങളെയും കാന്തയായിട്ട് മാറ്റി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവിടുന്ന് സഹായിച്ചാട്ടെ. ഞങ്ങളുടെ ഈ ജീവിതത്തിലൂടെ ഈ കർത്താവ് ഈ 5-ാം സുവിശേഷമാകുന്ന ഞങ്ങളുടെ ജീവിതത്തിലൂടെ അനേകർക്ക് സുവിശേഷം ഞങ്ങളുടെ ജീവിതം കൊണ്ടും വാക്കുകൾ കൊണ്ടും പറഞ്ഞു കൊടുക്കാൻ ഞങ്ങളെ സഹായിക്കണം. അവിശ്വാസികളുടെ ന്യായവിധി ഞങ്ങൾ വായിക്കുമ്പോൾ കർത്താവെ അത് എത്ര വലിയൊരു യാഥാർത്ഥ്യമാണ്. ഞങ്ങളുടെ ചുറ്റും എത്രയോ പേര് കർത്താവിനെ അറിയാത്തവരായിട്ടുണ്ട്. കർത്താവെ അവരെ ആരിലൂടെയൊക്കെ ആരിലേക്കൊക്കെയും ഞങ്ങളിലൂടെ സുവിശേഷം എത്തണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നവരിലേക്കെല്ലാം കർത്താവ് സുവിശേഷം എത്തിക്കാൻ തക്കവണ്ണം ഞങ്ങൾ അവൈലബിൾ ആയിട്ട് ഞങ്ങളെ തന്നെ കർത്താവ് ഞങ്ങൾ അവിടുത്തെ മുമ്പാകെ ലഭ്യമാണ്, അവൈലബിൾ ആണെന്ന് ഞങ്ങൾ പറയുന്നു. ഹിയർ ആം ഐ, സെൻഡ് മീ എന്ന് യേശയ്യാവ് പറഞ്ഞതുപോലെ ഞാനിതാ അടിയനിതാ എന്നെ അയക്കണമേ കർത്താവെ. എവിടേക്കൊക്കെ അവിടുന്ന് ഞങ്ങളെ അയക്കണമെന്ന് ആഗ്രഹിക്കുന്നു അവിടത്തേക്ക് എല്ലാം കർത്താവെ അവിടത്തേക്ക് കർത്താവെ അവൈലബിൾ ആകുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം കർത്താവെ. കർത്താവെ ഞങ്ങളുടെ ജീവിതം കൊണ്ട് മറ്റനേകർക്ക് സുവിശേഷമായി തീരുവാൻ ഞങ്ങളുടെ വാക്കുകൾ കൊണ്ടും ഞങ്ങൾക്ക് കർത്താവെ അവിടുത്തെ നാമത്തെ ഉയർത്താനും അങ്ങേ പ്രഘോഷിക്കുവാനും കിട്ടുന്ന എല്ലാ അവസരങ്ങളും ഉപയോഗിക്കുവാനും സമയം തക്കത്തിൽ ഉപയോഗിച്ച് അനേകരെ കർത്താവിലേക്ക് ആദായപ്പെടുത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആദായപ്പെടുത്തപ്പെട്ടവർ കർത്താവെ അവരുടെ ശിഷ്യന്മാരാക്കിക്കൊള്ളുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഒരു സഭയായിട്ട് പണിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ വരവേറ്റവും അടുത്തല്ലോ ഞങ്ങളെ സഹായിച്ചായിട്ട് കർത്താവെ അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തിയായിട്ട് ഞങ്ങളും കുറഞ്ഞില്ലാതാകട്ടെ. അവിടുത്തെ നാമം മാത്രം എല്ലാത്തിലും വളർന്ന് വലുതാകട്ടെ. എല്ലാ യേശു കർത്താവിന് വിലയേറിയ മാധുര്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.